K-pop ഐഡൽസിനെ സംബന്ധിച്ചുള്ള കഥകൾ നമ്മുടെ ചാനലുകളിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഗ്രിം റീപ്പറിനെ പറ്റിയുള്ള കഥകളും ഇട്ടിട്ടുണ്ട്. എന്നെങ്കിലും മനുഷ്യരല്ലാത്ത എന്നാൽ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആത്മാക്കളെ അവരുടെ ആഫ്റ്റർ ലൈഫിലേക്ക് കടത്തിവിട്ട് മനുഷ്യരെ സഹായിക്കുന്ന ഒരു ഗ്രിം റീപ്പറിനും ഒരു K-pop ഐഡലിനും ഇടയിൽ പ്രണയം സംഭവിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ഇതാ കേട്ടോളൂ. ഇവിടെ ഗ്രിം റീപ്പറായ നമ്മുടെ കഥാനായിക അവൾ മരിക്കുന്നതിന് മുന്നേയും ഒരു ഗ്രിം റീപ്പറായി മരണശേഷം മാറിക്കഴിഞ്ഞും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു K-pop താരത്തെ അയാളുടെ മരണത്തിൽ നിന്ന് സംരക്ഷിക്കാനായി പെടുന്നത് വളരെ രസകരമായി, കോമഡിയായി, റൊമാൻറ്റിക് ആയി, ഫാന്റസിയോടുകൂടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞ 2017 റിലീസായ ദ യൂണിവേഴ്സ് സ്റ്റാർ എന്ന ഒരു കിടുക്കൻ കഥയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ഹാനയെ കാണിച്ചുകൊണ്ടാണ്. ഹാന 19 വയസ്സുള്ള ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ്. അവളിപ്പോൾ ധൃതിയിൽ എങ്ങോട്ടോ പോകാനായി ഇറങ്ങുന്നു. വേഷം കണ്ടിട്ട് പഠിക്കാൻ പോകാനാണെന്ന് തോന്നുന്നു. ഷൂ പോലും മര്യാദയ്ക്ക് ഇടാതെ അവളിങ്ങനെ ധൃതിയില് ലാസ്റ്റ് മിനിറ്റ് റെഡിയായി ഇറങ്ങുന്നത് കണ്ട് അമ്മ അവളോട് നിനക്കൊന്നും നേരത്തെ ഒരുങ്ങി ഇറങ്ങിക്കൂടെ, ഇങ്ങനെയൊക്കെയാണോ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ അമ്മ ഞാൻ ഇനി ശ്രദ്ധിക്കാമെന്നും മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് അവളെ ഒരു വണ്ടി ഇടിക്കുന്നു. ആ ഒരു അപകടത്തിൽ പെടുന്ന ഹാന തറയിലേക്ക് ശക്തിയിൽ വന്നടിച്ച് വീഴുന്നു. അവളുടെ ബോധം പതിയെ മറയാനായി തുടങ്ങുകയാണ്. ആ സമയത്ത് അവൾ അവസാനമായി കാണുന്ന മുഖം അവളുടെ വളരെ ഫേവറേറ്റ് ആയ ഒരു K-pop ഐഡലായ വൂജുവിന്റെ മുഖമാണ്. വൂജുവിനെ അവൾക്ക് വളരെ ഇഷ്ടമാണ്. അയാളുടെ പാട്ടുകൾ അവൾ എപ്പോഴും കേൾക്കും. ഇപ്പൊ പോലും നടന്നു വരുന്നതിന്റെ ഇടയിൽ അവന്റെ പാട്ട് കേട്ടായിരുന്നു അവൾ നടന്നിരുന്നത്. അങ്ങനെ ആ മുഖം കണ്ടുകൊണ്ട് തന്നെ അവളുടെ ബോധം പോകുന്നു. പിന്നീട് ഒരു 7 വർഷങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ കാണുന്നത്. ഹാന ഇപ്പോൾ ഒരു പാഴടഞ്ഞ വീട്ടിലാണ് ഉള്ളത്. മുന്നേ നടന്ന ആ ഒരു അപകടം ഹാന അതിജീവിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിലും തെറ്റി. ആ അപകടത്തിൽ തന്നെ ഹാന മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇവൾ ഒരു മനുഷ്യ പെൺകുട്ടിയല്ല, അവൾ ഒരു ആത്മാവാണ്. കൂടാതെ അവൾ ഒരു ഗ്രിം റീപ്പർ ആയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഗ്രിം റീപ്പർ എന്നാൽ മനുഷ്യരുടെ ആത്മാക്കളെ അവരുടെ മരണശേഷം കളക്ട് ചെയ്ത് ആഫ്റ്റർ ലൈഫിലേക്ക് കടത്തിവിടുന്ന ആളുകളാണ്. അവർ മനുഷ്യരല്ല, അവരും ആത്മാക്കൾ തന്നെയാണ്. തന്റെ മരണശേഷം ഹാനയ്ക്ക് ഇങ്ങനെ ഒരു നിയോഗമായിരുന്നു ഉണ്ടായിരുന്നത്. ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത അവൾക്ക് ആദ്യം ഇതെല്ലാമായി പൊരുത്തപ്പെടാൻ വളരെ പാടായിരുന്നു. 7 വർഷത്തോളം എടുത്തു അവൾക്ക് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അവളുടെ ഉള്ളിലെ ഇമോഷൻസിനെ എല്ലാം, അത് ദേഷ്യമാകട്ടെ, സന്തോഷമാകട്ടെ, സങ്കടമാകട്ടെ, എന്ത് തന്നെയാണെങ്കിലും അതിനെല്ലാം കൺട്രോൾ ചെയ്താണ് അവൾ പതിയെ പതിയെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യമൊക്കെ സാധാരണ ഒരു ആത്മാവിനെ പോലെ അവൾക്കും ഒന്നിലും സ്പർശിക്കാനും ഒന്നും ഫീൽ ചെയ്യാനും ഒന്നും കഴിയില്ലായിരുന്നു. പക്ഷെ മുന്നേ പറഞ്ഞ ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് 7 വർഷത്തോളം എടുത്ത് അവളിപ്പോൾ അതെല്ലാം ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. അങ്ങനെ വേഗം തന്നെ ഹാന അവളുടെ ഇന്നത്തെ ഡ്യൂട്ടിക്ക് ഗ്രിം റീപ്പേഴ്സിന്റെ വേഷം ധരിച്ച് റെഡിയാകുന്നു. അവൾ പോകുന്ന വഴി ഒരു ആംബുലൻസ് മുന്നേ പോകുന്നുണ്ട്. അവിടെ വലിയൊരു അപകടം സംഭവിച്ച് ഒത്തിരി പേര് ഹോസ്പിറ്റലിലായിരിക്കുന്നു. അങ്ങോട്ടേക്ക് പോകുന്ന ഈ ആംബുലൻസിനെ പിന്തുടർന്ന് അവിടേക്ക് എത്തുന്ന ഹാന അവിടെ തന്നെ പോലെ നിരവധി ഗ്രിം റീപ്പേഴ്സിനെ കാണുന്നു. അവരെല്ലാം ഓരോ ആത്മാക്കളെ കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ എത്തിയിരിക്കുന്നവരാണ്. തനിക്ക് കൂട്ടിക്കൊണ്ട് പോകേണ്ട ആത്മാവിനെ അന്വേഷിച്ചെത്തുന്ന ഹാന അവിടെ കാണുന്നത് ഇന്ന് തന്റെ ക്ലയന്റ് ഒരു കൊച്ചുകുട്ടിയാണെന്നതാണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ കുട്ടി മരിക്കാൻ പോകുന്നു എന്നത് ഹാനയാകെ സങ്കടത്തിലാക്കുന്നു. പക്ഷെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ. അവൾ അങ്ങനെ ആ കുട്ടി മരണത്തിന് മല്ലിട്ട് നിൽക്കുന്നത് കണ്ട് ആ കുട്ടിയുടെ മരണത്തിന് കാത്തു നിൽക്കുകയാണ് കൂട്ടിക്കൊണ്ടു പോകാനായി. ആ സമയമാണ് ആ ഹോസ്പിറ്റലിലേക്ക് റിയ എന്ന ഒരു ഡോക്ടർ എത്തുന്നത്. ആ ഡോക്ടർ വരുന്ന കണ്ടപാട് തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഗ്രിം റീപ്പേഴ്സ് ഇവര് വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്ത് ഇവരുടെയൊക്കെ ആയുസ് നീട്ടിയെടുത്താൽ പിന്നെ തങ്ങൾക്ക് ക്ലയന്റിനെ കൊണ്ടുപോകാന്നുള്ള ജോലി നടക്കില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവരുടെ ക്ലയൻസ് ആയ ആ ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. റിയ ആകട്ടെ നേരെ വരുന്നത് ആ ഒരു കൊച്ചുകുട്ടിയുടെ അടുത്തേക്കാണ്. റിയ ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യാനായി നോക്കുന്നു. ഈ സമയം ഹാനയുടെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട്. അതിൽ അവളുടെ ക്ലയന്റ് ആയ ഈ കൊച്ചുകുട്ടി 5 മിനിറ്റിനകം മരിക്കുമെന്ന ടൈമറുമുണ്ട്. സത്യത്തിൽ ഈ ടൈമർ തീരുമ്പോ ആ കൊച്ചുകുട്ടി ജീവനോടെ സേഫ് ആയിട്ട് ഉണ്ടാകണേ എന്ന് ഹാനയ്ക്കും തോന്നുന്നുണ്ടെങ്കിലും ആ ടൈമർ അവസാനിക്കുമ്പോഴേക്കും ആ കുട്ടി മരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയുടെ ആത്മാവിന് അതിന്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്ന ഹാനയെ കാണാം. ആ കുട്ടി ഹാനയുടെ കൈവിരൽ പിടിക്കുന്ന അതേ സമയത്ത് അവൾക്ക് ഈ കൊച്ചുകുട്ടിയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല. അവിടെ നിന്ന് കുട്ടിയുടെ അമ്മ കരയുന്നതും ഒപ്പം ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായി ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ശ്രമിക്കുന്നതും ഒക്കെ കണ്ട് എല്ലാവരുടെയും മനസ്സ് മനസ്സിലാക്കി ഹാന ആ കുട്ടി കൈ പിടിക്കുമ്പോൾ അത് തട്ടിക്കളയാണ്. അങ്ങനെ ഒരു നിമിഷം ആ കുട്ടിയുടെ ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെട്ടുവെങ്കിലും ഇപ്പോൾ അത് തിരിച്ചു വീണ്ടും ശരീരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കുട്ടിയെ പ്രാർത്ഥന കേട്ട് ദൈവം തിരിച്ചു തന്നുവെന്ന് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ഡോക്ടർമാരും തങ്ങളുടെ ട്രീറ്റ്മെന്റ് ഫലിച്ചുവെന്ന ആ ഒരു സന്തോഷത്തിലായിരുന്നു. ഹാന ഒരു ഗ്രിം റീപ്പർ ആണെങ്കിൽ പോലും അവൾ വളരെ സോഫ്റ്റ് ആയ ഒരു ക്യാരക്ടറാണ്. ഹാന വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ആ കുട്ടി മരിക്കാതെ ജീവനോടെ ഉള്ളത്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ വൂജുവിനെ കാണുന്നു. അവൻ വലിയൊരു K-pop ഐഡൽ ആണെങ്കിലും ഇപ്പോൾ കരിയറിന്റെ വളരെ
താഴ്ന്ന ഒരു സ്റ്റേജിൽ നിൽക്കാണ്. ഇപ്പൊ ചെയ്യുന്ന പാട്ടുകളൊന്നും തന്നെ ഹിറ്റ് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു നിരാശയിലാണെങ്കിലും ഇന്ന് വൂജുവിന് നല്ലൊരു കൺസേർട്ട് ഉണ്ട്, അതിനുവേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയം ഹോസ്പിറ്റലിലുള്ള കിം എന്ന ഒരു സ്റ്റാഫ് ഡോക്ടർ റിയയെ കാണുമ്പോൾ ആ കൊച്ചുകുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷനെ പറ്റി തിരക്കുന്നു. കാരണം ഈ കുട്ടിയുടെ അച്ഛൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വന്ന് മരിച്ച ഒരാളാണ്. അന്ന് ആ കൊച്ചിന്റെ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ഇയാളായിരുന്നു. അതേ അസുഖം തന്നെയാണോ ഇപ്പോൾ പാരമ്പര്യമായി ആ കുട്ടിക്ക് വന്നിരിക്കുന്നത് എന്നെല്ലാം കിം ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൊച്ചിന്റെ ഹെൽത്ത് ഇപ്പൊ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് റിയ മറുപടി പറയുന്നു. റിയയ്ക്ക് കിമ്മിനോട് ഒരു ക്രഷ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവൾ വളരെ ഹാപ്പി ആയിട്ടാണ് കിമ്മിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആ സമയം റിയയുടെ ലിപ്സ്റ്റിക് ഒക്കെ പടർന്നിരിക്കുന്നത് കാണുന്ന കിം കർച്ചീഫ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. റിയ പിന്നീട് വാഷ്റൂമിലേക്ക് എത്തി ആ കർച്ചീഫ് നോക്കി വളരെ ഹാപ്പിയായി മുഖമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റൽ പോലെ ഒരു സ്ഥലത്ത് ഇതുപോലെ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ഡോക്ടർ ഇങ്ങനെ ക്രഷിനെയൊക്കെ വായി നോക്കിയിരിക്കുന്നത് ഇതൊക്കെ കാണുന്ന ഹാനയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൾ അതുകൊണ്ട് തന്നെ റിയ മുഖം കഴുകാനായി ടാപ്പ് ഓൺ ആക്കുമ്പോൾ അവിടെ ചെന്ന് അത് ഓഫ് ചെയ്ത് വിടുന്നു. ഹാനയെ റിയയ്ക്ക് കാണാത്തത് കൊണ്ട് തന്നെ ഇതെന്താ ടാപ്പ് ഇങ്ങനെ തന്നെ ഓഫ് ആവുന്നതെന്ന് ഓർത്ത് അവൾ പിന്നെയും അത് ഓൺ ആക്കുമ്പോൾ വീണ്ടും ഹാന അത് ഓഫ് ചെയ്യുന്നു. അങ്ങനെ ഹാന റിയയിട്ട് ഒന്ന് വട്ടാക്കുന്നുണ്ട്. പിന്നീട് വൂജുവിന്റെ കോൺസെർട്ട് ലൈവായി തന്നെ ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നു. ഹാന അടക്കമുള്ള ഗ്രിം റീപ്പേഴ്സ് ഇപ്പോഴും ഹോസ്പിറ്റലിന്റെ പരിസരത്ത് തന്നെയാണ് ഉള്ളത്. ഇനിയും ഏതെങ്കിലും സോൾസിനെ കളക്ട് ചെയ്ത് കൊണ്ടുപോകാനുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട്. ആ സമയത്ത് ടിവിയിൽ ലൈവായി ഈ ഒരു പ്രോഗ്രാം ഹാനയും മറ്റ് ഗ്രിം റിപ്പോർട്ട്സും കാണുന്നു. ഇവരെ മനുഷ്യർക്ക് കാണാൻ സാധിക്കില്ലെങ്കിലും ഇവർ ഇതുപോലെ ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ച പ്രോഗ്രാം കാണുന്നതിന്റെ ഇടയിൽ വൂജുവിനെ കണ്ടപാടെ അവൾ വളരെ ഹാപ്പിയാണ്. അവൾ മരിക്കുന്നതിന് മുന്നേയും അവളുടെ ഈ മരണശേഷമുള്ള ഈ ഒരു ഗ്രിം റീപ്പർ ലൈഫിലും അവൾക്ക് മാറാത്ത ഒരേ ഒരു കാര്യം വൂജുവിനോടുള്ള താല്പര്യമാണ്. വൂജുവിന്റെ പാട്ടുകൾ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവൾ അത് വളരെ എക്സൈറ്റഡ് ആയി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഗ്രിം റീപ്പർ വൂജുവിന്റെ ലൈഫിനെ പറ്റി കമന്റ് അടിക്കുന്നത്. എത്ര പോപ്പുലാരിറ്റിയാണ് അവൻ ആസ്വദിക്കുന്നത്, എത്ര ഫാൻസ് ആണ് അവന്റെ ചുറ്റിനുമുള്ളത്. ജീവിക്കുകയാണെങ്കിൽ ഇതുപോലെ ജീവിക്കണമെന്ന് അയാൾ പറയുമ്പോൾ എന്ത് കാര്യം, ചെറുപ്പത്തിൽ തന്നെ മരിക്കേണ്ട യോഗമല്ലേ അവനുള്ളതെന്ന് മറ്റൊരു ഗ്രിം റീപ്പർ കമന്റ് അടിക്കുന്നു. വൂജുവിന് ഇനി അധികം നാൾ ആയുസില്ലെന്നും അവന്റെ മരണം ഈ വർഷം തന്നെ നടക്കുമെന്നും ആ ഗ്രിം റീപ്പർ വഴി അറിയുന്ന ഹാന വളരെ ഷോക്കാവുന്നു. അവളുടെ വളരെ വളരെ പ്രിയപ്പെട്ട ഒരാൾ ഉടനെ തന്നെ മരിക്കുമെന്ന് കേൾക്കുമ്പോൾ അവൾക്ക് അത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. ഇതേ ടീം മറ്റ് ഗ്രിം റീപ്പേഴ്സ് എല്ലാം വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഈ ഗ്രിം റീപ്പേഴ്സിന്റെ ഇടയിലും റാങ്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. കൂടുതൽ സോൾസിനെ കളക്ട് ചെയ്യുന്ന ഗ്രിം റീപ്പേഴ്സിന് എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യമൊക്കെ വിട്ട് അവരുടെ ആഫ്റ്റർ ലൈഫിലേക്ക് കടക്കാം. വൂജുവിനെ പോലെ വളരെ പോപ്പുലർ ആയ ഒരാളുടെ ആത്മാവിനൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് കൂടുതൽ റാങ്ക്സ് മുകളിലേക്ക് ചെന്ന് പെട്ടെന്ന് ആഫ്റ്റർ ലൈഫിലേക്ക് കടക്കാം എന്നൊക്കെ അവർ വളരെ എക്സൈറ്റഡ് ആയി ഡിസ്കസ് ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ഹാന എങ്ങനെങ്കിലും വൂജുവിനെ രക്ഷിക്കണമല്ലോ എന്ന് മനസ്സിൽ ഓർക്കാണ്. അവൾ പിന്നീട് അടുത്തതായി ഒരു സോളിനെ കളക്ട് ചെയ്യാൻ നോക്കുന്നു. അതൊരു അപ്പൂപ്പന്റെ സോളാണ്. ആ അപ്പൂപ്പനാകട്ടെ ഇവളുടെ കൂടെ ചെല്ലാനായി ഒരു രീതിയിൽ സമ്മതിക്കുന്നില്ല. നിന്നെ കണ്ടാൽ ഒരു ഗ്രിം റീപ്പർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ, ഇത്ര ചെറിയ പ്രായത്തിൽ ആരെങ്കിലും ഗ്രിം റീപ്പർ ആകുമോ എന്നൊക്കെ അവളോട് തട്ടിക്കയറുന്ന അപ്പൂപ്പൻ ഞാൻ കഷ്ടപ്പെട്ട് ചേർത്ത് കാശ് ഒരുപാട് സ്വരുക്കൂട്ടി വെച്ചിരുന്നു, പക്ഷെ അതൊന്നും മര്യാദയ്ക്കൊന്നും ചെലവാക്കാൻ പോലും പറ്റാതെ എനിക്ക് മരിക്കേണ്ടി വന്നല്ലോ എന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി കാശ് സമ്പാദിച്ച ശേഷം അത് ഒന്ന് ചെലവാക്കാൻ പോലും സാധിക്കാതെ ഇതുപോലെ മരിക്കുന്നത് എത്ര കഷ്ടമാണല്ലേ. അങ്ങനെ എന്തായാലും ആ അപ്പൂപ്പൻ ഇവള് കൂട്ടിക്കൊണ്ട് പോവാനായി ആവുന്നത് നോക്കുന്നെങ്കിലും ആ അപ്പൂപ്പൻ ഇവളുടെ കൂടെ പോവാതെ അതുവഴി മറ്റൊരു ഗ്രിം റീപ്പർ വരുമ്പോ അയാൾ വിളിച്ച ഉടനെ ഇവളോട് കാണിച്ച ഹുങ്കൊന്നും കാണിക്കാതെ അയാളുടെ പുറകെ ഒരു പാവത്തെ പോലെ പോകുന്നു. ഹാനയ്ക്ക് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. ഒന്നെങ്കിൽ ഏതെങ്കിലും ആത്മാവിനെ കൂട്ടിക്കൊണ്ട് പോകേണ്ട സമയത്ത് അവൾക്ക് സിമ്പതി തോന്നി അവൾ അത് ചെയ്യില്ല, അല്ലെങ്കിൽ ഇതുപോലെ അവളെ പറ്റിച്ച് ആത്മാക്കള് വല്ല ഗ്രിം റീപ്പർമാരുടെയും കൂടെ പോകും. അങ്ങനെ ഹാനയ്ക്ക് പല കാരണങ്ങൾ കൊണ്ട് അവളുടെ ജോലികൾ നന്നായി ചെയ്യാനേ കഴിയുന്നില്ല. ജീവിതത്തിൽ ഇതുപോലെ പല പ്രശ്നങ്ങൾ അവളിപ്പോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യം വൂജുവിനെ കാണാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കില്ല എന്നതാണ്. ഹാനയ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്. അവളും കുറെ നാളുകൾക്ക് മുന്നേ മരിച്ചതാണ്. പക്ഷെ അവളൊരു ഗ്രിം റീപ്പർ അല്ല, മറിച്ചൊരു പ്രേതമായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. പക്ഷെ ഈ പ്രേതത്തെ കളക്ട് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യം ഹാനയ്ക്കില്ലാത്തത് കൊണ്ട് തന്നെ അവൾ ഹാനയുമായി നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്. അവളും വൂജുവിന്റെ വലിയ ഫാൻ ആയതുകൊണ്ട് രണ്ടുപേരും വൂജു ഒരു കഫേയിൽ ഇരിക്കുമ്പോ അവിടെ ചെന്ന് നിൽക്കുന്നു. ഹാന വൂജു മരിക്കാൻ പോകുന്ന കാര്യം ഫ്രണ്ടിനോട് പറയുമ്പോ ഇത് വല്ലതും സത്യമാണോന്ന് ഫ്രണ്ട് ചോദിക്കുന്നു. അറിയില്ല, അവരിങ്ങനെ പറഞ്ഞത് കേട്ടതാ. പക്ഷെ വൂജു ഓക്കെ അല്ലേ, കണ്ടിട്ട് ഒരു കുഴപ്പവും തോന്നുന്നില്ലല്ലോ, പിന്നെന്തിനായിരിക്കും മരിക്കുന്നതെന്നെല്ലാം ഹാന ചോദിക്കുമ്പോ വൂജു ഇപ്പൊ ചെയ്യുന്ന പാട്ടുകളെല്ലാം 8 നിലയിൽ പൊട്ടാണ്. കമന്റ് സെക്ഷൻ മൊത്തം വൂജുവിനെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാ. വൂജുവിന് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ, പിന്നെന്താ ഇങ്ങനെ പാട്ടുകളൊക്കെ ഫ്ലോപ്പ് ആവുന്നത് എന്നെല്ലാം അവര് ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. സംഭവം സത്യമാണ്. മുന്നേ ഞാൻ
പറഞ്ഞ പോലെ തന്നെ വൂജുവിന്റെ കരിയറിലെ വളരെ മോശം സമയത്തൂടെയാണ് അവൻ കടന്നു പോകുന്നത്. ഈ വൂജു എന്ന കേപോപ്പ് ഐഡിൽ ശരിക്കും ഒരു കേപോപ്പ് ഐഡിലാണ് എക്സോ എന്ന ബോയ് ബാൻഡിലെ ഒരു മെമ്പറാണ്. അങ്ങനെ എന്തായാലും വൂജു തന്റെ വണ്ടിയിൽ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാനേജർ അവനെ കുറ്റപ്പെടുത്തുകയാണ്. ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് നല്ല പാട്ടൊക്കെ എഴുതി പാട്, ഇപ്പൊ നിന്റെ പാട്ടൊക്കെ എന്തിനു കൊള്ളാന്നൊക്കെ മാനേജർ പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് റൊമാൻറ്റിക് സോങ്സ് ആണെങ്കിൽ അതിന് ഇവന് റൊമാൻസ് എന്താണെന്ന് അറിയണ്ടേ? പുള്ളിക്കാരൻ ഇതൊരു ഗേൾസുമായി മര്യാദയ്ക്കൊന്ന് ഇടപെടാറ് പോലും ഇല്ല, പിന്നെ എങ്ങനെ റൊമാൻറ്റിക് പാട്ടുകൾ എഴുതുന്നത്? അല്ല, ഇടപെടാൻ ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ലല്ലോ എന്ന് വൂജുവിന്റെ ഡ്രൈവറും അസിസ്റ്റന്റുമായ ആ പയ്യൻ കമന്റ് അടിക്കുന്നു. അങ്ങനെ മാനേജറും ഈ അസിസ്റ്റന്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് വഴക്കാകുമ്പോ ഓൾറെഡി 100,000 പ്രശ്നങ്ങൾ കാരണം തലവരുത്തിരിക്കുന്ന വൂജു വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നു. നിങ്ങൾ വഴക്കിട്ടോ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറഞ്ഞ് അവൻ നേരെ പോകുന്നത് ബസ് സ്റ്റോപ്പിലേക്കാണ്. വൂജു അവിടെ നിൽക്കുമ്പോൾ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി വൂജുവിന്റെ പാട്ട് കേട്ട് അതിന് കമന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ഒക്കെ പാട്ട് ഇപ്പൊ എന്തിനു കൊള്ളാം, മഹാബോർ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി കമന്റ് ഇടുന്നത് വൂജു കാണുന്നു. വൂജു ഉടനെ ആ പെൺകുട്ടിയെ മാസ്ക് മാറ്റി കാണിക്കുമ്പോൾ അവള് അയ്യോ ഞാൻ ആളറിയാതെ ഇട്ടതാ, സോറി, ഞാൻ ഇപ്പൊ ഡിലീറ്റ് ആക്കാന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യാനായി ഒരുങ്ങുമ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ ഇട്ടോന്നും പറഞ്ഞ് അവളെ ഒന്ന് തട്ടി വൂജു അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഗ്രിം റിപ്പേഴ്സിന്റെ ഹെഡ് ഹാനിയെ കോണ്ടാക്ട് ചെയ്ത് ഇന്ന് ഇത്രയധികം പേര് ഇവിടെ മരിച്ചു, എന്നിട്ട് നീ ഒരു ആത്മാവിനെ പോലും കളക്ട് ചെയ്ത് കൊണ്ടുവന്നില്ലല്ലോ, നീ എന്തെടുക്കാന്നൊക്കെ അവളോട് വഴക്ക് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ സമയം താ, ഞാൻ എന്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാന്നവള് പറയുമ്പോൾ ദിവസം ഇത് തന്നെയാണല്ലോ പറയുന്നതെന്ന് പറഞ്ഞ് ബോസ് ദേഷ്യപ്പെടുന്നു. ആ സമയത്ത് ഹാന അടുത്ത് നിൽക്കുന്ന തന്റെ പ്രേതമായ കൂട്ടുകാരിയോട് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അവള് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനായി നോക്കുന്നു. പേടിക്കണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാ, എനിക്കറിയാം നിനക്ക് മരിക്കുന്ന സമയത്ത് നിറവേറാത്ത ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന്, ഒരു പ്രണയം പോലും ഉണ്ടായിട്ടില്ലാത്ത നിനക്ക് പ്രണയിക്കണം എന്നത് വലിയ ആഗ്രഹമാണെന്ന്, പ്രേതമായി നടന്നാണെങ്കിലും ഒരു പ്രണയം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള നിന്റെ കഷ്ടപ്പാട് ഞാൻ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോയില്ല, പെണം കണ്ടായെന്ന് ഹാന പറയുമ്പോ ഇനി നീ എന്നെ ഈ രീതി പേടിപ്പിച്ച നിന്റെ പരിസരത്തോട്ട് പോലും ഞാൻ വരില്ല എന്നും പറഞ്ഞ് കൂട്ടുകാരി അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വൂജു. നടന്നും തീരാതെ അവൻ ഇങ്ങനെ ആകെ മനസ്സും അടുത്ത് നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ ഒരു പാട്ട് കേൾക്കുന്നു. ഇത് വൂജുവിന്റെ തന്നെ പാട്ടാണ്, അവൻ ഫസ്റ്റ് ആയി ചെയ്ത പാട്ട്. വൂജു ഇത് എവിടെ നിന്നാ വരുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അങ്ങോട്ടേക്ക് പോകുന്നു. ഓൾറെഡി ഇവന്റെ പാട്ടിനൊക്കെ ഇപ്പോ ഹേറ്റേഴ്സ് കൂടി വരികയാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ പാട്ട് കേട്ടപ്പോ അത് ആരാണ് കേൾക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. അങ്ങനെ ആ ശബ്ദത്തെ പിന്തുടർന്ന് അവൻ വന്നെത്തുന്നത് ഹാന താമസിക്കുന്ന സ്ഥലത്താണ്. അവിടെ അകത്ത് കയറുന്നവൻ അവിടെ ഇവന്റെ ഒരുപാട് ഫോട്ടോസ് ഒക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്നതും ഇവന്റെ കാസറ്റുകൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും ഒക്കെ കാണുന്നു. കൂടാതെ അവിടെ ഒരു പിയാനോ ഉണ്ട്. അതിന്റെ മുന്നിലായി അവൻ ഇരിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ഹാന ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവൻ അവളെ കാണുന്നില്ല. താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾ തന്റെ ഇത്രയും അടുത്ത് വന്നിരിക്കുന്നത് കാണുന്ന അവൾ ആദ്യം ഇതൊരു സ്വപ്നമാണോ എന്ന് മനസ്സിലാവാതെ മിഴിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവൾ വൂജുവിനെ ഇത്രയും അടുത്ത് കണ്ട ആ ഒരു ഹാപ്പിനെസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയം അവൻ പിയാനോ പ്ലേ ചെയ്ത് ഒരു പാട്ട് പാടുന്നു. ഹാന ലൈവായി തന്റെ ഫേവറേറ്റ് ഐഡലിന്റെ കൺസേർട്ട് കേൾക്കുന്ന ഹാപ്പിനെസ്സിൽ അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് വൂജുവിന് അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓർമ്മ വരുന്നത്. പാട്ടൊന്നും ഹിറ്റ് ആവുന്നില്ല, അത് പിന്നെ പോട്ടെന്ന് വെക്കാം. ഈ ഹേറ്റേഴ്സ് ഇങ്ങനെ വളരെയധികം കുറ്റപ്പെടുത്തുന്നതാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. തനിക്ക് ചുറ്റുമുള്ളവരെല്ലാം ഇപ്പൊ തന്നെ കുറ്റപ്പെടുത്തുക എന്ന് ഓർക്കുന്നവന് ഈ ജീവിതം മടുത്തതായി തോന്നുന്നു. മരിച്ചാലോ, എന്തിനിങ്ങനെ ജീവിക്കുന്നതെന്ന് അവൻ സങ്കടപ്പെടുമ്പോ അത് കേൾക്കുന്ന ഹാനയ്ക്ക് പേടിയാകുന്നു. ഓൾറെഡി ഇവൻ ഈ വർഷം മരിക്കുമെന്ന് മറ്റ് ഗ്രിം റിപ്പോർട്ട്സ് പറഞ്ഞിരുന്നല്ലോ. ഇവൻ ആത്മഹത്യ വല്ലതും ചെയ്യുമോ എന്നുള്ള പേടിയില് പെട്ടെന്ന് ഇവനെ ആശ്വസിപ്പിക്കാനായി അവൾ കൈ നീട്ടി അവന്റെ കണ്ണുനീര് തുടയ്ക്കുന്നു. പെട്ടെന്ന് വൂജു പേടിക്കാണ്, കാരണം അവന്റെ അടുത്ത് ആരുമില്ല, പക്ഷെ ആരോ തൊട്ട പോലെ അവന് ഫീൽ ആകുന്നു. അവൻ പേടിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തനിക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനായി വൂജു ആത്മഹത്യക്ക് ശ്രമിക്കുമോ? അവന്റെ ഈ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി അവനെ ഒരുപാട് സ്നേഹിക്കുന്ന ഹാനയ്ക്ക് സാധിക്കുമോ? എന്തായിരിക്കും ഇവർക്കിടയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? ഇങ്ങനെ ഒരാൾ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യം എന്തെങ്കിലും വൂജു തിരിച്ചറിയുമോ? വൂജു ആകെപ്പാടെ വിഷമത്തിലാണ്. അവന്റെ പാട്ടുകളൊക്കെ ഫ്ലോപ്പ് ആവുന്നതിലും അവനെതിരെ വരുന്ന സൈബർ അറ്റാക്കിലും ഒക്കെ അവൻ ആകെപ്പാടെ സങ്കടത്തിലാണ് എന്ന് തനിക്ക് മനസ്സിലായി എന്ന കാര്യങ്ങളെല്ലാം ഹാന കൂട്ടുകാരിയോട് പറയുന്നതാണ്. ഈ ഒരു കാര്യം മൂലം കാണാം വൂജു ആത്മഹത്യ ചെയ്യുമോ? ഓൾറെഡി അവൻ മരിക്കാറായെന്നൊക്കെ മറ്റ് ഗ്രിം റിപ്പേഴ്സ് പറയുന്നത് കേട്ടല്ലോ. അവനെങ്ങാണ് ഇനി കടുങ്കൈ ചെയ്യുമോന്നെല്ലാം ഹാനയ്ക്ക് വല്ലാതെ പേടിയാകുമ്പോ നമുക്ക് 24 മണിക്കൂറും അവന്റെ കൂടെ കൂടാം. അവനെങ്ങാണ് അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വല്ല ടെൻഡൻസി വന്നാല് നമുക്കതങ്ങ് മാറ്റി കൊടുക്കാന്നെല്ലാം കൂട്ടുകാരി പറയുമ്പോ എനിക്ക് സമയമൊന്നുമില്ല, നിനക്കറിയാലോ ഞാൻ ടാർഗറ്റ് ഇതുവരെ അച്ചീവ് ചെയ്തിട്ടില്ല, ആത്മാക്കളെ ഒന്നും നന്നായി കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടില്ല എന്നും പറഞ്ഞ് ബോസ് ഇന്നലെയും കൂടി എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞേ ഉള്ളൂ. അതിന്റെ കൂടെ ഞാൻ എങ്ങനെ ആ ജോലി ഇതും എല്ലാം കൂടി ചെയ്യുമെന്ന് ഹാന ടെൻഷൻ ആകുമ്പോ നീ കുറച്ചുനാൾ ഇതിൽ നിന്ന് ലീവ് എടുക്ക്, ഒരാഴ്ച എന്തെങ്കിലും കാരണം പറഞ്ഞ് ലീവ് ചോദിക്കാനായി കൂട്ടുകാരി നിർബന്ധിക്കുന്നു. അങ്ങനെ ബോസിനെ വിളിച്ചിട്ട് പല കാരണങ്ങൾ പറഞ്ഞ് ഹാന ഒരുവിധം ഒരാഴ്ചത്തേക്ക് ലീവ് ഒപ്പിച്ചെടുക്കുന്നു. അങ്ങനെ അതിനുശേഷം രണ്ടുപേരും കൂടി വൂജുവിനെ ഒബ്സർവ് ചെയ്യാണ്. വൂജു എവിടെ പോയാലും അവന്റെ പുറകെ നിഴല് പോലെ രണ്ടുപേരും കൂടുന്നു. വൂജു വളരെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് ജോഗിങ്ങിനൊക്കെ പോകും. കഴിക്കുന്നത് ജങ്ക് ഫുഡ്സ് ഒന്നും അല്ല, വളരെ ഹെൽത്തി ആയ വെജിറ്റബിൾസ് കൂടുതലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ
കുടിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ കുടിക്കുന്നോ ആവോന്നാണ് ഇത് കാണുമ്പോ ഹാനയ്ക്ക് തോന്നുന്നത്. ഈ സമയം ഇവനെതിരെ വരുന്ന നെഗറ്റീവ് കമന്റ്സിനും വളരെ മോശമായ ആരോപണങ്ങൾക്കുമെതിരെയൊക്കെ തിരിച്ച് കമന്റ്സ് ഇടാനും ഒപ്പം ചിലതിനൊക്കെ കേസ് കൊടുക്കാനും ഒക്കെ അസിസ്റ്റന്റിനെ പറഞ്ഞേൽപ്പിക്കുന്നു. ഒപ്പം മാനേജർ ഒരു റൊമാൻറ്റിക് സോങ് റെക്കോർഡ് ചെയ്യാനായി ഇവനെ നിർബന്ധിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ നിർബന്ധം അങ്ങ് തീർത്തു കൊടുക്കാന്ന് വിചാരിച്ച് ഒരു റൊമാൻറ്റിക് പാട്ട് റെക്കോർഡ് ചെയ്യാനായി പോകുന്നുണ്ട്. പക്ഷെ കൂടെ പാടാനായി എത്തിയിരിക്കുന്ന ആർട്ടിസ്റ്റ് പെണ്ണ് ഇവനോട് പഞ്ചാര അടിക്കാനായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ ഒന്നാമത് ഈ പാട്ട് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒപ്പം തന്നെ ഇവളുടെ തൊല്ലം കൂടി ആയപ്പോ ഒട്ടും തന്നെ ഈ പാട്ട് ചെയ്യാൻ താല്പര്യമില്ലാതെ അവൻ അവിടെ നിന്ന് പോകുന്നു. ആ സമയം ഞാൻ എത്രയും പെട്ടെന്ന് നല്ലൊരു പാട്ട് സ്വന്തമായി ചെയ്തോളാമെന്ന് മാനേജറിനോട് അവൻ പറയുന്നുമുണ്ട്. ഇവൻ ഇങ്ങനെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താതെ അവന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുന്നതൊക്കെ കൂടെ നിന്ന് കാണുന്ന ഹാനയ്ക്ക് വളരെ ഇഷ്ടപ്പെടുന്നു. അവൾ വളരെ ഹാപ്പിയാണ്. അവൾ വൂജു കടുങ്കൈ ഒന്നും ചെയ്യാതിരിക്കാനായി അവനെ നോക്കുന്നു എന്ന പേരിൽ ഇപ്പോ ഫുൾ ടീം അവന്റെ കൂടെ കറങ്ങിയടിച്ച് നടക്കാണ് അവൻ പോലും അറിയാതെ. അങ്ങനെ അവൾ അവന്റെ വീട്ടിലുള്ള സമയത്താണ് അവന്റെ ഫോൺ റിംഗ് അടിക്കുന്നത് കേൾക്കുന്നത്. അവൻ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ഡോക്ടറായിരുന്നു, ഡോക്ടർ റിയ. ഈ ഡോക്ടറും വൂജുവും പണ്ട് മുതലേ സുഹൃത്തുക്കളാണ്. വൂജുവിന് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നന്നായി ഉറങ്ങാനേ കഴിയുന്നില്ല. അതുകൊണ്ട് അതിനൊരു ടാബ്ലറ്റ് ചോദിച്ചാണ് റിയയെ വിളിക്കുന്നത്. റിയ അവർക്കും ഇതേ പ്രശ്നമുള്ളതുകൊണ്ട് കഴിക്കുന്ന ടാബ്ലറ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ഇതങ്ങ് സ്ഥിരാക്കണ്ട, പിന്നെ അതിന് അഡിക്റ്റ് ആയി പോവും, പിന്നെ അതില്ലാതെ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്കാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. കൂടാതെ വൂജു ഒറ്റയ്ക്ക് അവന്റെ താമസ സ്ഥലത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഓൾറെഡി ഇവന് ഗേൾ ഫ്രണ്ട് ഒന്നും വരാൻ ആ മാനേജർ സമ്മതിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ആ വലിയ സ്ഥലത്ത് താമസിക്കാതെ ഒരു പെറ്റിനെങ്കിലും വളർത്ത്. നീ ഇങ്ങനെ ഒറ്റാന്തടിയായിട്ട് ജീവിച്ചാല് ഒടുക്കം വല്ല പ്രേതമായിരിക്കും നിനക്ക് കമ്പനി തരാനായിട്ട് അവിടെ വരിക എന്നൊക്കെ അവള് തമാശയ്ക്ക് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുമ്പോൾ അവന്റെ രണ്ട് സൈഡിലും ഈ രണ്ട് പ്രേതങ്ങളും നിൽപ്പുണ്ടായിരുന്നു. ഇവനാകട്ടെ മരുന്നെടുക്കുന്ന സമയത്ത് ഒന്നല്ല കുറെ ടാബ്ലറ്റ്സ് കയ്യിലേക്ക് വീഴുന്നുണ്ട്. ഇത് കണ്ട് ഹാനയും കൂട്ടുകാരിയും പേടിക്കുന്നു. ഇവനിതെല്ലാം കൂടി കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണോ എന്ന്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഉടഞ്ഞപ്പോ മൊത്തം കൂടി വീണതായിരുന്നു. അവൻ ഒരേ ഒരെണ്ണം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങാനായി പോകുന്നു. കാരണം പ്രേതം കൂടെ കാണുമെന്ന് പറഞ്ഞത് അവന് ലൈറ്റായി പേടിയാക്കിയിട്ടുണ്ടായിരുന്നു. അവൻ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ ടാബ്ലറ്റിന്റെ ബോട്ടിൽ എടുക്കാനായി ഹാന ശ്രമിക്കുമ്പോൾ അവളുടെ കൈ തട്ടി അത് താഴെ വീഴുന്നു. ഒരു കുഴപ്പമില്ലാതെ അവിടെ ഇരുന്ന ഒരു സാധനം പെട്ടെന്ന് താഴെ വീഴുമ്പോ ഇവൻ ഒന്നുകൂടെ പേടിക്കുന്നു. ഇവൻ വേഗം തന്നെ പോയി കിടക്കാണ്. പക്ഷെ കിടന്നപ്പോഴേ ഉറങ്ങിപ്പോകുന്നു. കാരണം ടാബ്ലറ്റ് ഉറങ്ങാനായിട്ടുള്ളതാണല്ലോ. ഹാന അവന്റെ അടുത്ത് വന്നിരുന്ന് അവനെ തലോടുന്നുണ്ട്. ഇവൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഹെൽത്ത് വൈസും കുഴപ്പമില്ല, വർക്കിലും മുന്നത്തേനേക്കാൾ ബെറ്റർ ആയി വരുന്നുണ്ട് എന്നെല്ലാം അവൾ കണക്ക് കൂട്ടുന്നു. എന്നാലും അവളുടെ ഉള്ളിൽ നല്ല പേടിയുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇവൻ മരിക്കാൻ പോവുകയാണെന്ന് അവര് പറഞ്ഞതെന്ന്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം അവളുടെ താമസ സ്ഥലത്ത് നിന്ന് ഒരുങ്ങി അവൾ ഇവൻ ജോഗിങ്ങിന് പോകുന്ന വഴി പോയി നിൽക്കുകയാണ്. പക്ഷെ പതിവായി വരുന്ന സമയമായിട്ടും അന്ന് അവൻ വന്നില്ല. കാരണം അവൻ മറ്റേ ഗുളിക കഴിച്ചതുകൊണ്ട് തന്നെ നന്നായി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾ വേഗം തന്നെ അവനെ ചെന്ന് നോക്കുമ്പോ പതിയെ ഉറക്കം എണ്ണീറ്റ് അവൻ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്ന് ചെയ്യുന്നത്. പതിവായി ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കാറുള്ള ഇവൻ അന്ന് ചോക്ലേറ്റ്, സ്വീറ്റ്സ് എന്ന് പറഞ്ഞ് ഒരുപാട് മധുരമൊക്കെ കഴിക്കുന്നു. സാധാരണ ഇവൻ ഇതൊന്നും കഴിക്കാറില്ല. മറ്റാരെങ്കിലും കഴിക്കുന്നത് കണ്ടാൽ തന്നെ ഹെൽത്ത് നോക്കാതെ ഇതൊക്കെ കഴിക്കുന്നതിന് വഴക്കും പറയാറുണ്ട്. കൂടാതെ അന്ന് റെഡിയായി ഏജൻസിയിലേക്ക് ചെല്ലുമ്പോൾ അസിസ്റ്റന്റ് അവനോട് നെഗറ്റീവ് കമന്റ്സിനും ഹറാസ്മെന്റ്സിനും എതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞതിനെ പറ്റി പറയുമ്പോൾ ഓ സാരയില്ല അതൊക്കെ വിട്ടേക്കെന്നുള്ള രീതിയിൽ അവൻ മറുപടി പറയുന്നു. ഒപ്പം തന്നെ അസിസ്റ്റന്റിനോട് ഇത്രയും വർഷം എന്റെ കൂടെ നിന്ന് ജോലി നന്നായി ചെയ്തതിന് താങ്ക്സ് എന്നൊക്കെ പറയുന്നു. ഇവൻ എന്താ ഇങ്ങനെ പറയുന്നത്? ഇവൻ മരിക്കാൻ വല്ലതും തീരുമാനിച്ചോ? അതുകൊണ്ടാണോ ഇന്നത്തെ ഇവന്റെ അവസാന ദിവസമായി കണക്കാക്കി ഇങ്ങനെ പതിവില്ലാത്ത രീതിയിലൊക്കെ പെരുമാറുന്നതെന്ന് ഇത് കേൾക്കുന്ന ഹാനയ്ക്ക് വലിയ ഡൗട്ട്. അവൾ അതിന്റെ കാര്യത്തിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുമ്പോഴാണ് അവളെ ബോസ് വിളിപ്പിക്കുന്നത്. ഇവൾ ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് അവധിയെടുത്ത് ആത്മാക്കളെ കളക്ട് ചെയ്യുന്ന ഡ്യൂട്ടി ചെയ്യാതെ വൂജുവിന്റെ പുറകെ അവന്റെ പ്രൊട്ടക്ഷന് വേണ്ടി നടക്കുകയായിരുന്നു എന്നറിഞ്ഞ ബോസ് അവളെ വഴക്ക് പറയുന്നു. ആ സമയം അവൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യാണ്. ഞാൻ മരിക്കുന്ന സമയത്ത് 7 വർഷങ്ങൾക്ക് മുന്നേ എന്റെ കണ്ണടയുന്നതിന് മുന്നേ ഞാൻ അവസാനമായി കണ്ടത് അവന്റെ മുഖമാണ്. അതുകൊണ്ട് തന്നെ അവൻ ജീവനോടെ ഉണ്ട് എന്നത് ഒരു ഐഡലിനെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാൻ എന്നതിനപ്പുറം എന്തോ ഒരു വലിയ സന്തോഷം തരുന്ന കാര്യമാണ് എനിക്ക്. ഞാൻ തന്നെ ജീവനോടെ ഉള്ളതുപോലെ എനിക്കൊരു സന്തോഷം തരുന്നു. അതുകൊണ്ടാണ് ഞാൻ സംരക്ഷിക്കാൻ നോക്കിയതെന്നെല്ലാം അവള് പറയുമ്പോ ഈ ബോസ് ഒരു രീതിയിലും അത് കണ്ടിന്യൂ ചെയ്യാനായി അവളെ അനുവദിക്കുന്നില്ല. ഇനി മേലാൽ അവന്റെ പ്രൊട്ടക്ഷൻ എന്നും പറഞ്ഞ് പുറകെ പോയേക്കരുത്. ആത്മാക്കൾക്ക് മനുഷ്യരോട് അറ്റാച്ച്മെന്റ് തോന്നാൻ പാടില്ല. അങ്ങനെ തോന്നിയാൽ എന്താ പണിഷ്മെന്റ് എന്ന് അറിയാലോ എന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അന്ന് വളരെ ശോകം അടിച്ചിരിക്കുകയാണ് ഹാന. അവൾക്ക് വൂജുവിനെ രക്ഷിക്കണമെന്നുണ്ട്. പക്ഷെ അവന്റെ പുറകെ ഇനി നടക്കാനായി കഴിയില്ല. എന്ത് ചെയ്യുമെന്ന് അവൾ ആലോചിച്ചിരിക്കുമ്പോഴാണ് മുന്നേ പാട്ട് കേട്ട് ഇവൾ താമസിക്കുന്ന ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയ വൂജു അവിടെ ഒരു ചെറിയ നായ്ക്കുട്ടിയെ കണ്ടിരുന്നു. ഇപ്പൊ അതിന്റെ ഓർമ്മയിൽ അതിനെ എടുത്തോണ്ട് പോകാനായി അവൻ ഇവിടേക്ക് എത്തുന്നു. ഒന്നാമത്തെ ഡോക്ടർ റിയ ആ വീട്ടിൽ അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാതെ ഒന്നെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു പെറ്റ് എന്നൊരു ഓപ്ഷൻ അവനോട് പറഞ്ഞിരുന്നല്ലോ. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മനസ്സൊന്ന് ഫ്രീ ആകും, ടെൻഷനൊക്കെ മാറും, ബോറ് മാറും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞത് പ്രകാരം ഗേൾ ഫ്രണ്ട് പറ്റാത്തത് കൊണ്ട് ആ നായ്ക്കുട്ടിയെ എടുത്ത് തന്റെ പെറ്റാക്കാനായി ഇവിടേക്ക് എത്തിയതായിരുന്നു അവൻ. അവൻ അതിനെ എടുത്തുകൊണ്ട് വെപ്രാളത്തിൽ ഓടുന്നത് കാണുന്ന വൂജു ഇവൻ ഇങ്ങനെ ഓടി എവിടെയും മറിഞ്ഞു വീണ്
എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്ന് പേടിച്ച് അവന്റെ പുറകെ ഓടുന്നു. അപ്പോഴേക്കും അവിടെയുള്ള ഒരു വാച്ചിൽ ടൈമർ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. ആ ടൈമർ 0 ആകുമ്പോഴേക്കും വൂജു മരിക്കേണ്ടതാണ്. ഇവനിങ്ങനെ ഓടുമ്പോ എതിരെ ഒരു വണ്ടി ഇടിക്കാനായി വരുന്നത് കാണുന്ന അവൾക്ക് അപകടം മനസ്സിലാകുന്നു. അവൾ ആ വണ്ടി അവനെ ഇടിക്കുന്നതിന് മുന്നേ അവനെ തള്ളി മാറ്റാണ്. അവൻ അതുകൊണ്ട് സേഫ് ആകുന്നുണ്ടെങ്കിലും വീണ്ടും ഇവന്റെ മരണം എന്ന കാര്യം നടന്നില്ല. ഇവന്റെ ആത്മാവിനെ കൊണ്ടുപോകാനായി അവിടേക്ക് ഒരു ഗ്രിം റീപ്പർ എത്തിയിരുന്നു. അയാൾക്കും ജോലി ഇല്ലാതായി പോയി. ബോസ് വീണ്ടും ഈ കാര്യം അറിഞ്ഞ് ആകെ കലിപ്പിലാകുന്നു. ഹാനയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്ന ബോസ് വീണ്ടും ഹാനയുടെ അടുത്തേക്ക് ചെല്ലുന്നു. നീ ചെയ്യുന്നത് എന്ത് തെറ്റാണെന്ന് അറിയാവോ എന്നെല്ലാം ബോസ് അവളോട് ദേഷ്യപ്പെടുകയാണ്. നീ വൂജുവിന്റെ ജീവൻ രക്ഷിക്കാൻ നടക്കാതെ ആത്മാക്കളെ പിടിച്ചു തന്ന് നിന്റെ ടാർഗറ്റ് തികച്ച് ആഫ്റ്റർ ലൈഫിലേക്ക് പോകാൻ നോക്കുന്നില്ല. ബോസ് പറയുമ്പോൾ ഇവള് വീണ്ടും വൂജുവിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവള് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സ് മറന്ന ബോസ് ഒരു കണ്ടീഷൻ പറയുന്നു. ശരി, നിനക്ക് ഞാൻ ഒരു ചാൻസ് തരാം. നിനക്ക് 7 ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായി ഉണ്ടെന്ന് എനിക്കറിയാം. അത് പൂർത്തീകരിക്കാനും ഒപ്പം നിനക്ക് സാമർത്ഥ്യം ഉണ്ടെങ്കിൽ വൂജുവിന്റെ ജീവൻ രക്ഷിക്കാനുമുള്ള ഒരു അവസരമാണിത്. പക്ഷെ ഒരു നിശ്ചിത സമയത്തേക്കേ ഉള്ളൂ. അതിനു മുന്നേ നീ ഇത് തീർത്താൽ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് നീ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വൂജു ജീവനോടെ ഉണ്ട് എന്ന സമാധാനത്തിൽ നിനക്ക് ആഫ്റ്റർ ലൈഫിലേക്ക് കടക്കാം. അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാവാതെ വൂജുവിനെയും രക്ഷിക്കാനാവാതെ നീ ഈ ശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഗ്രിം റീപ്പറായി തന്നെ തുടരേണ്ടി വരുമെന്ന് ബോസ് പറയുമ്പോൾ തനിക്ക് ഒരു ചാൻസും കൂടി തന്ന് താൻ മനുഷ്യനാകാൻ പോകുന്നു എന്ന കാര്യം അവളെ വളരെയധികം എക്സൈറ്റഡ് ആക്കുന്നു. ഞാൻ ഇനിയും ജീവനോടെ വരുമെന്നോ? അത് കുറച്ചു നാളത്തേക്കാണെങ്കിലും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അവൾ എങ്ങനെ അത് സാധ്യമാകുമെന്ന് ചോദിക്കുമ്പോൾ അത് നീ അന്ന് ആക്സിഡന്റ് പറ്റി മരിച്ച അതേ രീതിയിൽ സാധ്യമാകുമെന്ന് പറയുന്ന ബോസ് അവളുടെ മാജിക് പ്രയോഗിക്കുന്നു. ആ സമയം 7 വർഷങ്ങൾക്ക് മുന്നേ യൂണിഫോം ഇട്ട് ഓടുന്ന സമയം ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചതുപോലെ തന്നെ ഹാന ഇപ്പോൾ അതേ കാറിൽ വന്ന് വീണ്ടും ഇടിക്കുന്നു. പക്ഷെ ആ സമയത്ത് അവൾ മരിക്കല്ല, അവൾക്ക് ജീവൻ ലഭിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ കാർ ഓടിച്ചുകൊണ്ട് വന്ന ആൾക്കത് അറിയില്ലല്ലോ. തന്റെ കാർ തട്ടി ഒരു പെൺകുട്ടി റോഡിൽ അപകടത്തിൽ കിടക്കുന്നു എന്ന് കാണുന്ന അയാൾ അവളെ ഹോസ്പിറ്റലിലാക്കുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് ബോധം വരുന്ന അവൾ താൻ ജീവനോടെ ഉണ്ട് എന്ന കാര്യം ആദ്യം ഉൾക്കൊള്ളാൻ സാധിക്കാതെ വളരെ അന്തിച്ചിരിക്കുകയാണ്. പിന്നീടാണ് അവൾ തന്റെ വാച്ചിലെ ടൈമർ ശ്രദ്ധിക്കുന്നത്. 5 മിനിറ്റ് തീരുന്നതിന് മുന്നേ വൂജുവിന് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അവൾ വേഗം തന്നെ അവനുള്ള സ്ഥലം അന്വേഷിച്ചു പോകുന്നു. അവൻ ആ സമയം ഒരു കൺസേർട്ട് നടത്തുകയായിരുന്നു. ഇവൾ അങ്ങോട്ടേക്കാണ് ചെല്ലുന്നത്. ഇതേ ടീം ഹോസ്പിറ്റലിൽ അവളെ കാണാതെ അവളെ ചികിത്സിക്കുന്ന ഡോക്ടർ റിയയും അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആംബുലൻസ് ഡ്രൈവറായ കിമ്മും അവൾ എവിടെയെന്ന് തിരക്കുമ്പോൾ ടിവിയിൽ അവരൊരു കാഴ്ച കാണുന്നു. അത് കൺസേർട്ട് നടക്കുന്ന വേദിയിലേക്ക് അതിക്രമിച്ചു കയറി വൂജുവിനെ തട്ടിമറിച്ചിടുന്ന ഹാനയാണ്. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് പോയ ആ പേഷ്യന്റ്. ഇവളെന്താ അവിടെയെന്ന് അവർ നോക്കിയിരിക്കുമ്പോഴാണ് കൺസേർട്ട് നടക്കുന്ന വേദിയുടെ മുകളിലായി പിടിപ്പിച്ചിരുന്ന ഒരു ലൈറ്റ് സ്ക്രൂ ഇളകി താഴേക്ക് വീഴാനായി തുടങ്ങുന്നത് അവരെല്ലാവരും കാണുന്നത്. എല്ലാവരും ഇത് കണ്ട് ആകെ ഷോക്കാവുന്നു. അപ്പോഴേക്കും വൂജുവിനെ ഹാന തട്ടിമറിച്ചിട്ട് രക്ഷിച്ചെങ്കിലും അവൾക്ക് ആ ലൈറ്റ് വീണ് പൊട്ടി അപകടമൊന്നും പറ്റാതിരിക്കാനായി ലൈറ്റ് താഴേക്ക് വീഴാനായി തുടങ്ങുന്നത് ശ്രദ്ധിക്കുന്ന വൂജു അവളെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പരം പ്രൊട്ടക്ട് ചെയ്ത് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഹാനയുടെ കയ്യിൽ 7 നക്ഷത്രങ്ങൾ അവളുടെ ഈ പുനർജന്മത്തിൽ പതിച്ചിട്ടുണ്ട്. അവ ടാറ്റു പോലെയാണ്, പക്ഷെ മായുന്ന ടാറ്റു. ഈ 7 നക്ഷത്രങ്ങളും അവളുടെ 7 ആഗ്രഹങ്ങളാണ്. ഓരോ ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്നതിനനുസരിച്ച് ഓരോ നക്ഷത്രങ്ങളായി മായും. ഇപ്പോൾ അവൾ ഈ ചെയ്ത കാര്യത്തിലൂടെ അവളുടെ ആദ്യത്തെ നക്ഷത്രം മായുന്നു. വൂജുവിനെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചല്ലോ എന്ന സന്തോഷം അവളുടെ മുഖത്ത് നമുക്കിപ്പോ കാണാം. മനുഷ്യനായിരുന്ന സമയത്ത് വൂജുവിനെ ഇത്രയും അടുത്ത് അവൾക്ക് കാണാനായി മുന്നേ അവസരം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് സാധിച്ചതുകൊണ്ടാണ് ഒരു നക്ഷത്രം മാഞ്ഞത്. കാരണം അത് അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചതിന്റെ സന്തോഷത്തിൽ അവൾ ഇവിടെ ഇരിക്കുകയാണ്. വൂജുവും അവിടെയുള്ള മറ്റുള്ളവരും ആരാണ് ഈ പെൺകുട്ടി, ഇവൾ എവിടെ നിന്ന് വന്നാണ് വൂജുവിനെ ഒരു ദൈവദൂതയെ പോലെ ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് എന്ന് മനസ്സിലാവാതെ ഇവിടെ നിൽക്കുന്നു. ഇതേ സമയം ഇതെല്ലാം കാണുന്ന ഹാനയുടെ മാനേജർ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യാണ്. അയാൾ ചുമ്മാതൊന്നുമല്ല ഇവളെ 7 ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവസരവും ഒപ്പം വൂജുവിനെ രക്ഷിക്കാനുള്ള അവസരവും കൊടുത്ത് ഇങ്ങോട്ടേക്ക് ഒരു നിശ്ചിത കാലത്തേക്ക് വിട്ടയച്ചത്. ഇവളെ കൊണ്ട് തന്നെ ഇവളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വൂജുവിന്റെ ആത്മാവിനെ കളക്ട് ചെയ്യിപ്പിച്ച് അതുമൂലം ഇവളെ ആഫ്റ്റർ ലൈഫിലേക്ക് കടത്തിവിടാനാണ് അയാൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അത് ഹാനയ്ക്കൊട്ട് അറിയുകയുമില്ല. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ ബാക്കി ഇനി എന്തായിരിക്കും സംഭവിക്കുക, എങ്ങനെ തന്റെ ബാക്കി ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായി ഹാനയ്ക്ക് സാധിക്കും, വൂജുവിനെ ഇനിയും നടക്കുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ അവൾക്ക് സാധിക്കുമോ, അതോ ബോസ് പ്ലാൻ ചെയ്യുന്നത് പോലെ ഇവളെ കൊണ്ട് തന്നെ വൂജുവിന്റെ കഥ കഴിക്കാനായി അയാൾക്ക് സാധിക്കുമോ? അങ്ങനെ തന്റെ ഫേവറേറ്റ് കേപോപ്പ് ഐഡലായ വൂജുവിനെ എങ്ങനെങ്കിലും രക്ഷിക്കണമെന്ന് ഹാന അതിയായി ആഗ്രഹിക്കുന്നു. അവൾ അതിന്റെ പിറകെ നടന്ന് തന്റെ ജോലി പോലും ചെയ്യാത്തത് ശ്രദ്ധയിൽപ്പെടുന്ന അവളുടെ ബോസ് അവൾ പോലും അറിയാതെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അത് പ്രകാരം അവളെ അയാൾ തിരിച്ചു ഭൂമിയിലേക്ക് വിടുകയാണ്. അവൾക്ക് നിശ്ചിത സമയമുണ്ട്. അതിനകത്ത് അവൾ വൂജുവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണം. കൂടാതെ ഇവളുടെ നടക്കാതെ പോയ 7 ആഗ്രഹങ്ങളും പൂർത്തീകരിക്കണം. അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞാണ് വിടുന്നതെങ്കിലും അവൾ ഈ ഭൂമിയിൽ വൂജുവിന്റെ കൂടെ ഉള്ള ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവളെ കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും വൂജുവിനെ കൊല്ലിച്ച് എങ്ങനെയെങ്കിലും വൂജുവിന്റെ ആത്മാവിനെ ആഫ്റ്റർ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ അവസരമുണ്ടാക്കി ഇവളെ അങ്ങനെ ആഫ്റ്റർ ലൈഫിലേക്ക് കടത്തിവിടണം എന്നതാണ് ബോസിന്റെ പ്ലാനിങ്. പക്ഷെ അതറിയാതെ ഭൂമിയിലെത്തിയ ആദ്യ സമയം തന്നെ വൂജു
കൺസേർട്ട് നടത്തുന്ന വേദിയിൽ അവൻ അപകടം പറ്റാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന ഇവൾ അവിടെ ചെന്ന് അവനെ രക്ഷിക്കുന്നു. ആക്ച്വലി അവൻ അവിടെ രക്ഷപ്പെട്ടുവെങ്കിലും വേദിയിലേക്ക് അതിക്രമിച്ച് കയറി ഐഡലിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന പേരിൽ അവളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അവൾ ഇങ്ങനെ പോകുന്നത് തന്റെ വണ്ടിയിലിരുന്ന് വൂജു കാണുന്നുണ്ടായിരുന്നു. അവൻ ഇവളെ കണ്ടപ്പോഴേ ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടിയുടെ മുന്നിൽ ചാടിയ പെണ്ണല്ലേ, ഇവളെന്തിനാ ഇപ്പൊ എന്റെ പുറകെ നടക്കുന്നതെന്ന രീതിയിൽ അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. സഹായിക്കാൻ പോയത് ഇപ്പൊ ശല്യമായോ എന്ന് അവന് വല്ലാത്ത ദേഷ്യം വരുന്നു. കാരണം ഇവളിപ്പോൾ വീണ്ടും ഭൂമിയിലേക്ക് എത്തിയ സമയം അവളിങ്ങനെ വൂജുവിന്റെ വണ്ടിയുടെ മുന്നിലേക്കാണ് വന്ന് വീണത്. അവിടെ ഒരു അപകടം പറ്റുന്ന ആ ഒരു രീതിയിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് അവനാണ് ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ആ കാര്യമാണ് ഇവനിപ്പോ പറയുന്നത്. ഇവളെ കൊണ്ട് വലിയ ശല്യമായില്ല, പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കണമെന്നൊക്കെ വൂജു ഒരുമാതിരി കണ്ണിച്ചോരയില്ലാതെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതൊരു പാവം കൊച്ചാൻ തോന്നുന്നു. ചിലപ്പോ നിന്റെ വലിയ ഫാൻ വല്ലതായിരിക്കും. എല്ലാവരും ഇങ്ങനെ അകറ്റി നിർത്തിയാ എങ്ങനെ ശരിയാകുന്നെല്ലാം അസിസ്റ്റന്റ് ചോദിക്കുന്നു. ഒപ്പം തന്നെ നല്ല റൊമാൻറ്റിക് സോങ്സ് മാനേജർ പറയുന്നത് പോലെ എഴുതണമെങ്കിൽ അതിന് പ്രണയം എന്താണെന്ന് അറിയണം. അതിനായിട്ട് നിനക്കൊരു ഗേൾ ഫ്രണ്ട് വേണം. ആരെങ്കിലും പ്രേമിക്കുന്നെല്ലാം അസിസ്റ്റന്റ് ഉപദേശിക്കുകയാണ്. ഇപ്പോൾ ഊജു ചെയ്യുന്ന പാട്ടുകളൊക്കെ ഫ്ലോപ്പ് ആകുന്നത് നല്ല റൊമാൻസ് ഒന്നും ഇല്ലാത്ത പാട്ടുകളായതുകൊണ്ട് അത്തരം പാട്ട് ഇപ്പോൾ ട്രെൻഡ്. അതുകൊണ്ട് നല്ലൊരു റൊമാൻറ്റിക് പാട്ട് ചെയ്യണമെന്ന് മാനേജർ അവനെ എപ്പോഴും നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ മുന്നേ അസിസ്റ്റന്റ് പറഞ്ഞതുപോലെ പ്രണയത്തിന്റെ ABCD അറിയാത്ത വൂജുവിന് അതിന് കഴിയുന്നില്ല. അങ്ങനെ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഹാനയോട് അവളോട് അവളുടെ ഡീറ്റെയിൽസ് പോലീസുകാർ ചോദിക്കുമ്പോൾ ഇവൾക്ക് ഒന്നും തന്നെ പറഞ്ഞു കൊടുക്കാൻ ഓർമ്മ കിട്ടുന്നില്ല. കാരണം ഇവൾ മരിച്ചു കഴിഞ്ഞ് ഇവൾക്ക് ഇവളുടെ കുടുംബത്തെ പറ്റിയുള്ള ഓർമ്മകളെല്ലാം മാഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് ആകെപ്പാടെ ഇപ്പോൾ അറിയാവുന്നത് വൂജു എന്ന ആളിനെ മാത്രമാണ്. അവനെ മാത്രമേ അവൾ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവന്റെ ഓർമ്മകൾ മാത്രമേ അവൾക്കുള്ളതാനും. അങ്ങനെ പോലീസുകാർ ഓരോന്നും ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ അവൾ ഇരിക്കുകയാണ്. ഒരു ഡീറ്റെയിൽസ് ഇല്ലാതെ പോലീസുകാർ എങ്ങനെ ഇവളെ ജാമ്യത്തിന് വിടുകയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ കൂടെ വിട്ടയക്കുകയോ ചെയ്യും. അതുകൊണ്ട് അവരും ആകെ കുഴഞ്ഞിരിക്കുന്ന സമയത്താണ് പോലീസ് സ്റ്റേഷനിലേക്ക് വൂജുവിന്റെ മാനേജറുടെ ഫോൺ കോൾ വരുന്നത്. വൂജു തന്റെ ഓൺലൈൻ ഹേറ്റേഴ്സിനെ വെച്ചൊരു ആക്ടിവിറ്റി അടുത്ത ദിവസം നടത്താൻ പോകുന്നുണ്ട്. അതിലേക്ക് ഈ കുട്ടിയെ വേണം. ഇവള് വന്ന് കൺസേർട്ട് നടക്കുന്ന വേദിയിലേക്ക് ചാടി കയറി വന്ന് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയതല്ലേ, അതുകൊണ്ട് അവളെയും വിട്ടയക്കണം, അവളെയും പങ്കെടുപ്പിക്കാനാണെന്ന് പോലീസുകാരോട് അവർ ഇൻഫോം ചെയ്തതിനെ തുടർന്ന് അവർ ഇവളെ റിലീസ് ആക്കുന്നു. പക്ഷെ ഇവളെ ഇപ്പൊ എങ്ങോട്ട് പോകും എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ അവൾ അവിടെ കിമ്മിനെ കാണാണ്. ആക്ച്വലി കിമ്മാണ് ഇവളെ കണ്ടത്. കിമ്മിനെ അവളെ കണ്ട പടം എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ എന്ന് തോന്നുന്നു. കിം ഡോക്ടർ റിയ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ആംബുലൻസ് ഡ്രൈവറാണ്. കൂടാതെ റിയയുടെ ക്രഷുമാണ്. വൂജു അപകടത്തിൽപ്പെട്ട് മരിക്കുന്നതിന് മുന്നേ തന്നെ കിമ്മിന് വൂജുവിനെ പരിചയമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവളെ കാണുമ്പോൾ എവിടെയോ കണ്ട് നല്ല ഓർമ്മയുണ്ടല്ലോ എന്ന് അവന് തോന്നുന്നത്. ആക്ച്വലി ഇവള് മരിച്ചു കഴിഞ്ഞ് വീണ്ടും പുനർജനിച്ച് വന്നതുകൊണ്ട് തന്നെ ഇവളെ കണ്ട പ്രേതമാണെന്ന് കരുതി ആളുകൾ പേടിക്കുമെന്നതുകൊണ്ട് ഇവളെ പറ്റിയുള്ള ഓർമ്മകളും ആളുകളുടെ ഉള്ളിൽ നിന്ന് മായ്ച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവളെ കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്ന കിമ്മിന് ഇവളിപ്പോ എവിടെ പോകണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ സഹായിക്കാതെ പോകാൻ തോന്നുന്നില്ല. അവൻ ഇവളെ ഒരു ഷെൽട്ടറിൽ കൊണ്ടാക്കുന്നു. അവിടെ വെച്ച് അവളോട് നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ സംസാരിക്കുമ്പോൾ ഇവൾക്ക് ഇവനെ ഓർമ്മയില്ലാത്തത് കൊണ്ട് അവളും അഭിനയിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടോ, എനിക്ക് കണ്ടതായിട്ട് ഓർമ്മയില്ലല്ലോ എന്ന് അവള് പറയുന്നു. അങ്ങനെ പിന്നീട് മുന്നേ ഇൻഫോം ചെയ്തതുപോലെ വൂജു അവന്റെ ഓൺലൈൻ ഹേറ്റേഴ്സിനെ കൂട്ടി ഒരു ആക്ടിവിറ്റി നടത്തുന്നിടത്തേക്ക് പോകുന്നു. അവിടെ തന്റെ ഹേറ്റേഴ്സിനെ തന്റെ ഫാൻസ് ആക്കി മാറ്റാനായിട്ട് അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത ഒരു സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം ആണ് ഇവൻ നടത്തുന്നത്. അവിടെ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും ഇവന്റെ ഹേറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും തന്നെ ഇവന്റെ കൂടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ ഹാന മാത്രമാണ് വളരെ ഹാപ്പിയായി അവിടെ നിൽക്കുന്നത്. അവൾക്ക് എങ്ങനെയെങ്കിലും വൂജുവിനെ കണ്ടാൽ മതി. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് അവൾ കയ്യിലിട്ടിരിക്കുന്ന വാച്ചിൽ വീണ്ടും ടൈമർ സ്റ്റാർട്ട് ആകുന്നത്. ഈ ടൈമർ സ്റ്റോപ്പ് ആകുമ്പോഴേക്കും വൂജുവിന് എന്തോ അപകടം പറ്റും. അത് മനസ്സിലാക്കുന്ന അവൾ എങ്ങനെ ഇപ്പൊ വൂജുവിനെ രക്ഷിക്കും, എന്ത് അപകടമായിരിക്കും പറ്റാൻ പോകുന്നതെന്ന് അറിയാതെ ആകെ വെപ്രാളപ്പെടുന്നു. ഇവനാണെങ്കിൽ ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഒരു കോൺസേർട്ടിന് വേണ്ടി പോകാനും നിൽക്കാണ്. അങ്ങനെ വണ്ടിയിൽ ഇവൻ പോകുന്ന സമയം അപകടം പറ്റിയ ഇവൾ എങ്ങനെ തടയും? അതുകൊണ്ട് അവൾ ആകെ ടെൻഷൻ ആവുന്ന സമയം അവിടേക്ക് അവളുടെ ഫ്രണ്ട് എത്തുന്നു. ഞാൻ എന്നെ സഹായിക്കാന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന വൂജുവിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ക്യാപ്പും മാസ്കും എല്ലാം അടിച്ചു മാറ്റി ഹാനയെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഹാന അതൊക്കെ ഇട്ട് വൂജു ഇവിടെ നിന്ന് പോകാനായിരിക്കുന്ന വണ്ടിയിൽ ചെന്ന് കയറുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റും ഇവരുടെ കൂടെ വരേണ്ടത് കൊണ്ട് തന്നെ ആർക്കും ഇവളെ ഡൗട്ട് തോന്നിയില്ല. അങ്ങനെ പോകുന്ന വഴി എന്ത് അപകടമായിരിക്കും പറ്റാൻ പോകുന്നതെന്ന് അവൾ ആകെ ടെൻഷൻ അടിച്ച് ആലോചിക്കുമ്പോഴാണ് വണ്ടി ഓടിക്കുന്ന വൂജുവിന്റെ അസിസ്റ്റന്റ് ഉറക്കം തൂങ്ങുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. അവൾ വേഗം തന്നെ അസിസ്റ്റന്റിനെ തട്ടി വിളിച്ചതുകൊണ്ട് ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ എല്ലാം സേഫ് ആയല്ലോ എന്ന് അവള് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് അവൾക്ക് ശരിക്കുള്ള പണി കിട്ടിയെന്ന് മനസ്സിലാവുന്നത്. കാരണം കോൺസേർട്ടിന് മുന്നേ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് വൂജുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വേഗം തന്നെ തന്നെ ഒരുക്കാനായി തന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റായി വന്നിരിക്കുന്ന ഹാനയോട് പറയുന്നു. അവള് മാസ്ക് വെച്ചിരുന്നതുകൊണ്ട് അവളുടെ മുഖം ഇവൻ കണ്ടിട്ടില്ല. അവളാകട്ടെ മേക്കപ്പിന്റെ ABCD അറിയാത്തത് കൊണ്ട് ഗ്രിം റീപ്പേഴ്സ് പതിവായി ചെയ്യുന്ന ഒരു മേക്കപ്പ് അവള് ചെയ്യാണ്.
ആക്ച്വലി ആ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രേതത്തിന്റെ ലുക്ക് തോന്നും. അങ്ങനെ അവളത് ചെയ്ത് തീരുമ്പോഴേക്കും ഇവന്റെ മുഖം കണ്ട് അസിസ്റ്റന്റ് നിലവിളിക്കുന്നു. അപ്പോഴാണ് കണ്ണാടിയിൽ നോക്കുന്ന വൂജു തന്റെ മുഖം കണ്ട് ആകെ ഷോക്കാവുന്നത്. തന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്താ ഇങ്ങനെ ചെയ്തതെന്ന് സംശയിച്ചവൻ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ മുഖം മാറ്റുമ്പോഴാണ് അത് തങ്ങളുടെ കൂടെയുള്ള ആളല്ല, മറിച്ച് തന്നെ ഫോളോ ചെയ്യുന്ന അന്ന് ആക്സിഡന്റിൽ പെട്ട പെൺകുട്ടിയാണെന്ന് അവന് മനസ്സിലാകുന്നത്. നീ എന്തിനാ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? മുന്നേ പ്രോഗ്രാം നടന്ന ദിവസം അവിടെ വന്ന് വിഷയം ഉണ്ടാക്കി, ഇപ്പൊ ഇവിടെ വന്ന് ഇത് കൊളവാക്കാനായിട്ടാണോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്ന അവൻ അവളെ പേടിപ്പിക്കുന്നു. ഇനി പുറകെ നടന്നാൽ പോലീസിൽ ഏൽപ്പിക്കുമെന്ന്. പക്ഷെ ചുമ്മാ പറഞ്ഞാല് അവള് കേൾക്കില്ല. അതുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തേക്കാം എന്ന് തന്നെ കരുതി പോലീസിന് ഇൻഫോം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ പോലീസുകാരെത്തി വീണ്ടും കൊണ്ടുപോകുന്നു. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഇനി ഒരു അവസരം കൂടി തരാം, ആ അവസരം കൂടി ഇല്ലാതാക്കിയാല് വൂജുവിനെ ഫോളോ ചെയ്യുന്നതിന് തൂക്കിയെടുത്ത് ജയിലിലിടുമെന്ന് പോലീസുകാരൻ അവളെ പേടിപ്പിക്കുന്നു. പക്ഷെ അതൊന്നും കൊണ്ട് തോറ്റു പിന്മാറാനായി ഹാന തയ്യാറല്ല. അവൾക്ക് എങ്ങനെയും വൂജുവിനെ രക്ഷിക്കണം. അതുകൊണ്ട് അവളും അവളുടെ ആ പ്രേത ഫ്രണ്ടും കൂടി വൂജുവിന്റെ വീടിനകത്തേക്ക് കടക്കുന്നു. ഈ പ്രേതത്തെ ഇപ്പോഴും മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ല. പുനർജനിച്ചത് കൊണ്ടാണ് ഹാനയെ മാത്രം കാണാൻ കഴിയുന്നത്. അങ്ങനെ അകത്ത് ചെല്ലുന്ന അവൾ ആകെ സങ്കടപ്പെടുകയാണ്. എന്നെ കാണാത്ത സമയത്ത് ഞാൻ വൂജുവിനെ പ്രൊട്ടക്ട് ചെയ്ത് എപ്പോഴും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്നെ അവന് കാണാൻ പറ്റുന്ന സമയത്ത് എന്നെ അവൻ ചുമ്മാ കുറ്റപ്പെടുത്തി അകറ്റി നിർത്തിക്കൊണ്ടിരിക്കുക. അതേ കണ്ടില്ല, എന്നെ പോലീസിനെ കൊണ്ടുവരെ പിടിപ്പിച്ചു എന്ന് അവള് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ കണ്ട ആ ഉറക്കത്തിനായിട്ടുള്ള ടാബ്ലറ്റുകളൊക്കെ എടുത്ത് അവള് കളയുന്നു. അതൊന്നും കഴിച്ച് ഇവൻ മരിക്കരുതെന്ന് കരുതി. ഈ സമയത്ത് ഇവളിങ്ങനെ ഇവളുടെ വൂജുവിനോടുള്ള ഇഷ്ടത്തെ പറ്റി പറഞ്ഞ് സങ്കടപ്പെടുമ്പോ അത് കേൾക്കുന്ന ഫ്രണ്ട് ഒരു ലിപ്സ്റ്റിക് എടുത്ത് കണ്ണാടിയിലെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഐ മിസ് യു എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്നു. എഴുതി കഴിഞ്ഞാണ് അത് ഹാന ശ്രദ്ധിക്കുന്നത്. നീ എന്ത് പണിയായി കാണിച്ചത്? ഇതെങ്ങാനും വൂജു കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് എന്റെ തലേ വരും. ഇനി അതിനായിരിക്കും എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാന്നൊക്കെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വൂജു എത്തുന്നത്. പ്രേത ഫ്രണ്ട് അവിടെ നിന്ന് മറഞ്ഞു പോകുന്നു. ഹാനയാകട്ടെ തന്നെ കാണാതിരിക്കാനായി ഒളിച്ചിരിക്കുകയാണ്. ബാത്റൂമിലേക്ക് എത്തി കണ്ണാടി കാണുന്ന വൂജു ആകെ ഷോക്കാവുന്നു. അപ്പൊ താനല്ലാതെ മറ്റാരും കൂടി ഇവിടെ ഉണ്ടെന്ന് അവന് മനസ്സിലാകുന്നു. അവനത് ആരായിരിക്കുമെന്ന് അവിടെയെല്ലാം സെർച്ച് ചെയ്യാണ്. ഈ സമയം പിയാനോയുടെ അടിയിൽ ഒളിച്ചിരിക്കുന്ന ഹാനയുടെ അടുത്തേക്ക് ആ നായ്ക്കുട്ടി വരുന്നു. ഈ നായ്ക്കുട്ടി ഇപ്പോൾ വൂജുവിന്റെ കൂടെ ആണെങ്കിലും അവൻ ഇത് എടുത്തോണ്ട് വന്നത് ഹാനയുടെ അടുത്ത് നിന്നാണ്. പക്ഷെ അത് അവൻ അറിയില്ല. അവൻ അന്ന് ആ പാട്ട് കേട്ട് എവിടെ നിന്നാണ് ഈ പാട്ട് വരുന്നതെന്ന് അറിയാൻ ചെന്ന് നോക്കിയപ്പോ ആളൊഴിഞ്ഞ ഒരു വീടും അവിടെ ഈ നായ്ക്കുട്ടിയും കണ്ടിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്ന് ഇതിനെ എടുത്തോണ്ട് വന്നത്. ഈ നായ്ക്കുട്ടിക്ക് ഇവളെ അന്നേ കാണായിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ, പട്ടികളോ ഓരിയിടുന്നത് കാലനെ കാണുമ്പോഴാണെന്നൊരു വിശ്വാസമുള്ളത്. അതുപോലെ തന്നെ നായ്ക്കൾക്ക് ആത്മാക്കളെ കാണാം. അന്നേ വൂജുവിനെ കണ്ട് ഈ നായ്ക്കുട്ടിക്ക് വൂജുവിനെ നല്ല പരിചയമാണ്. ഇപ്പൊ അവളെ ഇവിടെ കാണുമ്പോൾ അത് അവളുടെ അടുത്തേക്കൊക്കെ വന്നിരിക്കുന്നു. അങ്ങനെ ഇവിടെ എല്ലാം തപ്പിയിട്ട് ആരെയും കാണാത്തതിനെ തുടർന്ന് CCTV പരിശോധിക്കാനായി വൂജു പോവാണ്. പക്ഷെ അപ്പോഴേക്കും ഹാന ഇവിടെ നിന്ന് എസ്കേപ്പ് ആയി പോയിരുന്നു. അത് കഴിഞ്ഞാണ് അവൻ CCTVയില് ഹാന ഇവിടേക്ക് എത്തിയതും പോയതും ഒക്കെ കാണുന്നത്. ആദ്യമേ ഈ CCTV അവൻ പരിശോധിച്ചിരുന്നെങ്കിൽ അവളെ കൈയോടെ പിടികൂടായിരുന്നു. എന്തായാലും ഇപ്പൊ കാണുമ്പോ അവള് വെറും കൈയോടെയല്ല പോയത്, ആ നായ്ക്കുട്ടി എടുത്തോണ്ടാ പോയതെന്ന് മനസ്സിലാക്കുന്ന അവന് നല്ല കലി ഇളകുന്നു. അവൻ വേഗം തന്നെ അവളെ പറ്റി അന്വേഷിക്കുന്നു. അങ്ങനെ അവളിപ്പോ താമസിക്കുന്ന ഷെൽട്ടറിലേക്ക് അവൻ ചെല്ലാണ്. ആ നായ്ക്കുട്ടിയെ അപ്പോ അവിടുത്തെ മറ്റു ചില താമസക്കാര് കൊഞ്ചിച്ചോണ്ടിരിക്കുന്നത് കാണുന്ന അവന് ദേഷ്യം വരുന്നു. ഇതേ സമയം അകത്ത് ഇവൻ വന്നതറിയാതെ ഹാന ഇരിക്കുകയാണ്. ഇവൻ അവളെ കാണാനായി ചെല്ലുമ്പോ അവൾ അപ്പോഴും ഇവന്റെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അവളോട് അവൻ ശരിക്ക് ദേഷ്യപ്പെടുന്നു. എന്റെ വീടിന്റെ പാസ്കോഡ് നിനക്ക് എങ്ങനെ അറിയാം? എന്തിനാ നീ ഞാനില്ലാത്തപ്പോ അകത്തേക്ക് ചെന്നത്? നിന്നെ പോലീസ് പിടിച്ചിട്ട് പോലും നിനക്ക് സമാധാനമായില്ലേ? ഇനി എന്ത് ചെയ്താലാ നിന്റെ തൊല്ല എനിക്ക് ഇല്ലാതാവുകയെന്നെല്ലാം അവൻ ചോദിക്കുമ്പോ വൂജുവിന് അപകടം സംഭവിക്കും, അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നതെന്നെല്ലാം അവൾ പറയുന്നുണ്ട്. കുറച്ചു നാളെ ഞാനതിന് നിങ്ങളെ ആ ഒരു കാര്യം പറഞ്ഞ് ശല്യപ്പെടുത്തത്തുള്ളൂ, അത് കഴിഞ്ഞാ ഞാൻ എന്റെ പാട്ടിന് പൊക്കോളാന്നൊക്കെ അവള് പറയുമ്പോ ആദ്യം വൂജു അത് കേൾക്കുന്നില്ല. ആ നായ്ക്കുട്ടി എടുത്തോണ്ട് വന്നത് എന്തിനാണെന്ന് അവൻ ചോദിക്കുമ്പോ ആക്ച്വലി അത് എന്റെ നായ്ക്കുട്ടിയാ, എന്റെ സ്ഥലത്ത് നിന്നാ നിങ്ങൾ അതിനെ എടുത്തോണ്ട് പോയതെന്ന് അവള് പറയുമ്പോഴാണ് അന്ന് കേട്ട പാട്ട് ഇവള് പ്ലേ ചെയ്തതാണെന്നും അന്ന് തന്റെ ഫോട്ടോസും കാസറ്റ്സും ഒക്കെ അവിടെ ശേഖരിച്ച് വെച്ചത് ഇവളാണെന്നും അവന് മനസ്സിലാകുന്നത്. നീ അപ്പോ കുറെ നാളായിട്ട് എന്നെ ഫോളോ ചെയ്യല്ലേ, നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെ അവൻ ദേഷ്യപ്പെടുന്നു. പക്ഷെ ആ സമയത്താണ് ഒരു പെണ്ണിനെ പ്രണയിച്ച് പ്രണയം എന്താണെന്ന് അറിഞ്ഞ് നല്ലൊരു റൊമാൻറ്റിക് പാട്ട് എഴുതാനൊക്കെ അസിസ്റ്റന്റ് മാനേജറും പറയുന്നത് ഇവൻ ഓർമ്മ വരുന്നത്. എന്തായാലും ഞാൻ എന്നെ ഫോളോ ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും ഇവൾ എന്നെ ഫോളോ ചെയ്യും, അതും കുറച്ച് നാളത്തേക്കൊന്നും ഒരു കാലാവധിയും കൂടി ഇവള് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇവളെ പ്രണയിക്കുന്നത് പോലെ അഭിനയിച്ച് പ്രണയം എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കിക്കൂടാ? അതുവഴി പാട്ടെഴുതാൻ കഴിയുമെങ്കിൽ നല്ലതല്ലേ എന്നെല്ലാം ചിന്തിക്കുന്ന അവൻ അവളോട് നിനക്ക് വിരോധം ഇല്ലെങ്കിൽ നമുക്കൊന്ന് ഡേറ്റ് ചെയ്താലോ എന്ന് അവൻ ചോദിക്കുന്നു. അത് കേട്ട് അവൾ ആകെ ഷോക്കാവുന്നു. ഊജു അവളെ ഡേറ്റിന് വിളിച്ചോ? അവൾക്ക് വിശ്വസിക്കാനേ വയ്യ. അവൾ എന്ത് ഉത്തരം പറയണമെന്ന് അറിയാതിരിക്കുമ്പോ ഇവൾ എന്തായാലും തന്റെ കൂടെ ഡേറ്റ് ചെയ്യാൻ സമ്മതിക്കുമെന്ന് ഉറപ്പുള്ള അവൻ നാളെ കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവൾ പിന്നീട് നിലത്തൊന്നും ആയിരുന്നില്ല. അവളും അവളുടെ ഫ്രണ്ടും കൂടി ഷോപ്പിങ്ങിനൊക്കെ പോകുന്നു. ആക്ച്വലി ഇവർക്കിപ്പോ ഷോപ്പിങ്ങിന് പോകാനായിട്ട് കാശ് എവിടെ നിന്നാ കിട്ടിയതെന്ന് വെച്ചാൽ ഊജു ഗ്രിം റീപ്പർ ആയിരുന്ന സമയത്ത് ഒരു മുത്തശ്ശന്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. ആ മുത്തശ്ശനാകട്ടെ ഇവളുടെ കൂടെ പോവാതെ മറ്റൊരു ഗ്രിം റീപ്പറിന്റെ കൂടെയാണ് പോയത്. അയാളാണെങ്കിൽ ആയുഷ്കാലം മുഴുവൻ കഷ്ടപ്പെട്ട് കാശ് സ്വരുക്കൂട്ടി വെച്ചിട്ട് അത് മര്യാദയ്ക്കൊന്ന് ചെലവാക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന സങ്കടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പോകുന്ന സമയം ആ കാശ് ഇവളെ ഏൽപ്പിച്ചാണ് അയാൾ പോയത്. പക്ഷെ അന്നൊരു ഗ്രിം റീപ്പർ ആയിരുന്നു ഇവൾക്ക് ആ കാശിന്റെ ഉപയോഗം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇവിടേക്ക് പുനർജനിച്ചപ്പോഴാണ് അവൾക്ക് അത് ഉപകാരപ്പെട്ടത്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായി നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്താണ് അവൾ അടുത്ത ദിവസം വൂജുവിന്റെ കൂടെ
കൂടെ ഔട്ടിങ്ങിന് പോകുന്നത്. കാറിൽ കയറുമ്പോഴേ നിനക്ക് ഫോണൊന്നും കാണില്ലല്ലോ അല്ലെ, ഇന്ന് ഇത് വെച്ചോന്ന് പറഞ്ഞ് അവൻ ഒരു ഫോൺ കൊടുക്കുന്നു. ഇവള് വളരെ ഹാപ്പി ആകുന്നു. ഇവൾക്ക് ഇവന് വലിയ ഇഷ്ടമാണെങ്കിലും ഇവൻ ഈ ഒരു സമയത്ത് ഇവളെ വെച്ച് എങ്ങനെയും പാട്ട് എഴുതണം എന്ന ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവളോട് യാതൊരു വിധത്തിലെ ആത്മാർത്ഥമായ ഇഷ്ടവും അവനുണ്ടായിരുന്നില്ല. എവിടേക്കാ നമ്മൾ പോകുന്നതെന്ന് അവള് ചോദിക്കുമ്പോ എവിടേക്കാ പൊതുവെ ഡേറ്റിങ്ങിന് ആളുകൾ പോകുന്നതെന്ന് അവൻ ചോദിക്കുന്നു. പൊതുവെ ആളുകൾ ഇങ്ങനെ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെയാ പോകാറുള്ളത് എന്ന് അവള് പറയുമ്പോ ഇവനൊന്നും മിണ്ടുന്നില്ല. ഇവന് ഹൈറ്റ് ഒക്കെ പേടിയാണ് എന്നറിയാവുന്ന അവൾ ഹൈറ്റ് ഒക്കെ പേടിയാണെങ്കിൽ അങ്ങോട്ടേക്ക് നമുക്ക് പോവണ്ട എന്ന് പറയുമ്പോ അവന് ദേഷ്യം വരുന്നു. ആരെ പറഞ്ഞ എനിക്ക് ഹൈറ്റ് പേടിയാന്ന്, എനിക്ക് ഒരു പേടിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവളുടെ കൂടെ അവൻ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകുന്നു. പക്ഷെ മുന്നേ കാണിച്ച ധൈര്യമൊന്നും റൈഡിൽ കയറുമ്പോ ഉണ്ടായിരുന്നില്ല. അവനാണ് ഏറ്റവും അധികം ആ റൈഡില് പേടിച്ച് കൂവി നിലവിളിക്കുന്നത്. ഹാനയാകട്ടെ ഇതൊക്കെ നല്ല മെമ്മറീസ് ആണല്ലോ എന്നോർത്ത് അതിന്റെ ഒക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. റൈഡിൽ നിന്നൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ വീണ്ടും തന്റെ പഴയ ശൗര്യത്തിലേക്ക് എത്തുന്ന വൂജു അവളെ കൊണ്ട് പ്രത്യേകം ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് അടിക്കുന്നു. കാരണം അവൻ ആക്ച്വലി ഡേറ്റിങ്ങിന് വന്നതല്ലോ. അങ്ങനെ പിന്നീട് ഇവൻ ഇങ്ങനത്തെ റൈഡ്സ് പേടിയാണ് എന്നിപ്പോ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള ഒരു റൈഡില് അവനുമായി അവൾ കയറുന്നു. അവനത് വളരെ ബോറിംഗ് ആയിട്ടിരിക്കുമ്പോൾ ഇവൾ അവിടെയുള്ള ഓരോ ചെറിയ കാര്യങ്ങളും കണ്ട് എൻജോയ് ചെയ്യാണ്. ആദ്യം ഒട്ടും ഇഷ്ടമില്ലാതെ കാര്യം കാണാൻ വേണ്ടി മാത്രം ഇവിടേക്ക് ഡേറ്റിന് വന്ന അവൻ പിന്നീട് പതിയെ പതിയെ ഇവളുടെ കമ്പനി വളരെയധികം ഇഷ്ടപ്പെടുന്നു. കാരണം ഇന്ന് വരെ ഇവൻ ഇതുപോലെ ക്ലോസ് ആയി ആരോടും സംസാരിച്ചിട്ടോ ഇതുപോലെ ഇങ്ങനത്തെ നല്ല സ്ഥലങ്ങളിൽ വന്ന് സമയം ചെലവഴിച്ചിട്ടോ ഇല്ല. അങ്ങനെ ഹാപ്പിയായി അവരൊന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയം തന്റെ കയ്യിലുള്ള 7 നക്ഷത്രങ്ങളിൽ രണ്ടാമത്തെ നക്ഷത്രം കൂടി ഹാനയ്ക്ക് മായാണ്. ഈ 7 നക്ഷത്രങ്ങൾ അവളുടെ പൂർത്തീകരിക്കാതെ പോവുക 7 ആഗ്രഹങ്ങളാണ്. അവൾ ഓരോന്നോരോന്നായി പൂർത്തീകരിക്കുമ്പോൾ ഓരോന്നോരോന്ന് ഇവിടെ നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കും. തനിക്കൊരു ലവർ വേണം, അയാളുടെ കൂടെ ഹാപ്പി ഇതുപോലെ ഡേറ്റിന് പോകണം എന്നത് ഇവളുടെ വലിയ ആഗ്രഹമായിരുന്നു. അതുപോലെ ഇപ്പൊ നടന്നതുകൊണ്ടാണ് അങ്ങനെ അത് മാഞ്ഞു പോയത്. അങ്ങനെ അതിനുശേഷം പിന്നീട് ഇവർ വീണ്ടും പല സ്ഥലങ്ങളിൽ ഡേറ്റിന് പോകുന്നു. അതിന്റെ ഇടയിലെല്ലാം ഇവളുടെ കമ്പനി വൂജു വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇവള് കൂടെ ഉള്ളതുകൊണ്ട് അവന്റെ പാട്ടും തകൃതിയിൽ എഴുതാനായി അവന് സാധിക്കുന്നു. അങ്ങനെ ഒഴിവ് സമയങ്ങളിലെല്ലാം ഇവളുടെ കൂടെയാണ് അവൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ടോയ് എടുക്കുന്ന ആ ഒരു ഗെയിം കളിക്കാനായി അവരെത്തുന്നു. ആ ഗിഫ്റ്റിന്റെ കൂട്ടത്തിൽ വൂജു ഒരു ഡ്രാമയിൽ ഉപയോഗിച്ചിട്ടിരുന്ന ഒരു ചെയിൻ ആ കൂട്ടത്തിൽ ഒരു ഗിഫ്റ്റ് പോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കിട്ടണമെന്ന് കരുതി കഴിഞ്ഞ കുറെ നാളുകളായി ഗ്രിം റീപ്പർ ആയിരുന്ന സമയത്ത് പോലും ഇവൾ ഈ ഗെയിം വന്ന് കളിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇവൾക്ക് അന്നൊന്നും അത് കിട്ടിയിട്ടില്ല. ഇന്നും ആ ചെയിൻ കാണുന്ന അവൾ അത് ഗെയിം കളിച്ചെടുക്കാനായി നോക്കുന്നു. പക്ഷെ അവൾക്ക് സാധിക്കുന്നേ ഇല്ല. അവൾ ആകെ സങ്കടപ്പെടുമ്പോ വൂജു ഞാൻ എടുത്തു തരാമെന്നും പറഞ്ഞ് അത് എടുക്കാനായി നോക്കുമ്പോ അവനും കഴിയുന്നില്ല. ഈ സമയം അവളുടെ കയ്യിലുള്ള വാച്ചില് വീണ്ടും ടൈമർ സ്റ്റാർട്ട് ആവുന്നു. വൂജുവിന് അപകടം പറ്റാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന അവൾ ചുറ്റിനും എന്തായിരിക്കും എന്ന് നോക്കുമ്പോഴാണ് മുകളിലെ ലൈറ്റ് ശ്രദ്ധിക്കുന്നത്. അത് താഴെ വീഴാറായി എന്ന് മനസ്സിലാക്കുമ്പോൾ അവൾ അവനെ അവിടെ നിന്ന് മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇവൻ അത് എടുക്കാതെ മാറില്ല എന്ന വാശിയിൽ അത് കളിച്ചുകൊണ്ട് നിൽക്കാണ്. അവളാകട്ടെ അവനെ തട്ടിമാറ്റി പെട്ടെന്ന് കളിച്ചൊരു ടെഡി ബിയർ എടുത്തിട്ട് എനിക്ക് ഇത് മതി വാ പോകാന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകുമ്പോഴാണ് ആ ലൈറ്റ് കറക്റ്റ് ആയി താഴെ വീഴുന്നത്. വൂജുവിനെ ഹാന പിടിച്ച് മാറ്റിയില്ലായിരുന്നെങ്കിൽ അവന്റെ കഥ കഴിഞ്ഞേനെ. അറിഞ്ഞോണ്ടോ അറിയാതെയോ ഇവൾ എപ്പോഴും തന്നെ സേവ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അവൻ പ്രത്യേകം ഓർക്കുന്നു. അത് കൂടുതൽ അവളിലേക്ക് അവൻ അടുപ്പിക്കുകയാണ്. അങ്ങനെ ഇവർ സിൻസിയർ ആയി തന്നെ ഡേറ്റ് ചെയ്യാനായി തുടങ്ങുന്നു. ഇഷ്ടമില്ലാതെ തുടങ്ങിയ ഈ ഡേറ്റിംഗിൽ ആത്മാർത്ഥമായ ഇഷ്ടം വൂജുവിന് ഹാനയോട് തോന്നാണ്. അങ്ങനെ ഇവരിവിടെ ഹാപ്പി ആയിരിക്കുന്നത് ബോസ് അറിയുന്നുണ്ട്. ഒരു ഗ്രിം റീപ്പർ ആകട്ടെ വൂജുവിനെ കൊല്ലാനായിട്ട് ഹാനയെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇപ്പോൾ അവൾ അവന്റെ ഗാർഡിയൻ ഏഞ്ചലെ പോലെ ഇരുന്ന് അവനെ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നെല്ലാം ബോസിനോട് കുറ്റം പറയുമ്പോൾ ഞാൻ അവൾക്ക് ഒരു നിശ്ചിത സമയം കൊടുത്തിട്ടുണ്ട്. ഭൂമിയിൽ ഇക്കൊല്ലം ആദ്യം മഞ്ഞ് വീഴുന്ന ആ ഒരു ദിവസം വരെ. അതിനുള്ളിൽ ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെ അവൾ പോലും അറിയാതെ വൂജുവിനെയും കൂട്ടിക്കൊണ്ടായിരിക്കും ആഫ്റ്റർ ലൈഫിലേക്ക് കടക്കുക. അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് വളരെ കോൺഫിഡൻസ് ആയി പറയുന്നു. ഇതേ സമയം തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ തങ്ങളെ കൊല്ലാനൊക്കെ പ്ലാനിങ് നടക്കുന്നു എന്നതറിയാതെ രണ്ടുപേരും ഹാപ്പി ആയിരിക്കാണ്. വൂജുവിനെ കാണാനായി അവന്റെ താമസ സ്ഥലത്തേക്ക് എത്തുന്ന ഹാന അവിടെ അവര് ഗെയിം കളിച്ച് നേടിയ ആ ടോയ് കാണുന്നു. അത് വോയിസ് റെക്കോർഡർ ചെയ്യാൻ സാധിക്കുന്ന ടോയ് ആണ്. അവൾ അതിലേക്ക് ഞാൻ എന്നും നിന്റെ കൂടെ കാണും, ഇട്ടിട്ട് എവിടെയും പോവില്ല, ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വൂജു എത്തുന്നത്. അങ്ങനെ രണ്ടുപേരും അവിടെയുള്ള പിയാനോയിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് അവിടെയുള്ള പിയാനോയിൽ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോഴാണ് അവിടേക്ക് വൂജു എത്തുന്നത്. അങ്ങനെ അവൻ അവളുടെ കൂടെ അവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഇവന്റെ കൂടെയുള്ള ഓരോ നിമിഷവും അവൾക്ക് വളരെ പ്രിയപ്പെട്ടതാണെങ്കിലും പെട്ടെന്ന് അവൾ ഇവിടെ ഇരുന്ന് ഓവറാവണ്ട പോകാന്ന് കരുതി പോകാനായി എഴുന്നേൽക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത അവിടെ ഉണ്ടായിരുന്ന ഹാനയുടെ ഫ്രണ്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ തട്ടിമറിച്ചിരുന്നു. കൂടാതെ അവിടെ ലൈറ്റും ഓഫ് ചെയ്യാണ്. വൂജുവിന് ഇരുട്ട് വലിയ പേടിയാണ്. കൂടാതെ ഇവിടെ പ്രേതമുണ്ടെന്നുള്ള ഒരു എഫക്റ്റ് ആണ് കൂട്ടുകാരി അവിടെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് ആകെ ഭയപ്പെടുന്ന വൂജു ഹാനയെ അവിടെ നിന്ന് വിടാതെ തന്റെ അടുത്ത് തന്നെ ചേർത്ത് നിർത്തുന്നു. ഹാനയ്ക്ക് വൂജുവിനെ എത്രത്തോളം ഇഷ്ടമാണെന്ന് അറിയാവുന്ന ഈ ഫ്രണ്ട് ഇവരെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണം, ഇവരൊരിക്കലും വേർപിരിയാതെ ഒന്നിക്കണമെന്ന ആഗ്രഹമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവൾ ഇവരെ എങ്ങനെ ഒന്നിപ്പിക്കാമെന്ന് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇവരെ പിരിക്കാനും മറുഭാഗത്ത് ഇവരെ ഒന്നിപ്പിക്കാനും ഇങ്ങനെ ഇക്കൂട്ടർ പ്ലാൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും വൂജുവിനും ഹാനയ്ക്കും ഒടുക്കം സംഭവിക്കുക? അങ്ങനെ ഒരു റൊമാൻറ്റിക് പാട്ട് എഴുതണം എന്ന ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രം തന്റെ പുറകെ നടക്കുന്ന ഹാനയെ ഡേറ്റ് ചെയ്യാനായി വൂജു തീരുമാനിക്കുന്നു. പക്ഷെ അത് ഹാനയ്ക്ക് അറിയില്ല. അവൾ കരുതുന്നത്
അവളോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നാണ്. എന്തായാലും അങ്ങനെ തുടങ്ങുന്ന ഇവരുടെ ഡേറ്റിംഗ് പിന്നീട് വളരെ സീരിയസ് ആവുകയാണ്. വൂജുവിന് അവൻ പോലും അറിയാതെ അവളോട് ഒരു ഇഷ്ടം തോന്നുന്നു. അങ്ങനെ ഹാപ്പിയായി അവളുടെ കൂടെ ഡേറ്റ് ചെയ്ത് നടക്കുന്നവൻ നല്ലൊരു റൊമാൻറ്റിക് പാട്ടും അതിന്റെ ഇടയിൽ എഴുതുന്നുണ്ട്. അങ്ങനെ ഇവർ ഹാപ്പി ആയിരിക്കുന്ന ഒരു സമയത്താണ് ഹാനയുടെ കൂട്ടുകാരിയായ ആ പ്രേതം ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ഒന്ന് പേടിപ്പിക്കാനായി നോക്കുന്നത്. ആ ടൈം വൂജുവിന് ഇരുട്ട് നല്ല പേടിയാണെന്ന് അവൻ അടുത്ത് നിൽക്കുന്ന ഹാനയെ പിടിച്ചു വലിച്ചു പറയുന്നു. പക്ഷെ അവൾ ഇരുട്ടിനെ എന്തിനാ പേടിക്കുന്നതെന്നും പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുകയാണ്. ഇരുട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കുമെന്നല്ല അവൾ ഇരുട്ടിനെ പറ്റിയുള്ള വളരെ പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നു. അവനാകട്ടെ ആകെപ്പാടെ ഉണ്ടായിരുന്നത് അമ്മയാണ്. അമ്മയുടെ മരണശേഷം വളരെ ഒറ്റപ്പെട്ട ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. പിന്നെ K-pop ഐഡലായ പറയുകയും കൂടി വേണ്ടല്ലോ, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇല്ലേ. അങ്ങനെ വീണ്ടും ഒറ്റപ്പെടലിന്റെ അങ്ങേയറ്റത്തേക്ക് അവൻ പൊക്കോണ്ടിരുന്ന സമയത്താണ് ഹാന അവന്റെ ജീവിതത്തിലേക്ക് വന്നത്. അവൻ ആ കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറയുന്നു. ഒരു K-pop ഐഡലായ വൂജുവിനെ ആയിരുന്നു താൻ അന്ന് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ അടുത്തറിഞ്ഞപ്പോഴാണ് അതിലേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഐഡൽ എന്നതിനപ്പുറം അവൻ ഒരു മനുഷ്യനാണ്. എല്ലാവരും ആരാധിക്കുന്നവൻ എത്രത്തോളം സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ അവൾ തിരിച്ചറിയുന്നത്. അങ്ങനെ എന്തായാലും വൂജു എഴുതിയ ആ ഒരു റൊമാൻറ്റിക് സോങ്ങിന്റെ റെക്കോർഡിംഗ് ദിവസം വന്നെത്തുന്നു. റെക്കോർഡിങ്ങിന് പോകാനായി നിൽക്കുന്നവൻ അവിടെ ഹാന ആ നായ്ക്കുട്ടിയുടെ കൂടെ ടൈം പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അവളുടെ അടുത്ത് ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു. ആരോരും ഇല്ലാതെ ഒറ്റപ്പെട്ടുകൊണ്ടിരുന്ന തനിക്ക് നല്ലൊരു കമ്പനി തന്നതിനും ഒപ്പം നല്ലൊരു പാട്ട് എഴുതാൻ തനിക്ക് പ്രചോദനമായതിനുമുള്ള അവന്റെ നന്ദിയായിരുന്നു ഈ കെട്ടിപ്പിടുത്തം. അങ്ങനെ ആ പാട്ടിന്റെ റെക്കോർഡിംഗ് നടത്തുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ആ റൊമാൻറ്റിക് ഡ്യൂറ്റ് വൂജു അവന്റെ ആ ഒരു സിംഗറിന്റെ കൂടെ പാടി തീർക്കാണ്. ഈ സിംഗർ ആകട്ടെ നമ്മൾ മുന്നേ കണ്ടിരുന്ന പോലെ തന്നെ വൂജുവിനോട് ഒരു ക്രഷ് ഉള്ള ആളാണ്. എന്തെങ്കിലും പാട്ട് പാടി കഴിയുമ്പോൾ മാനേജറും അസിസ്റ്റന്റും എല്ലാം വൂജുവിനോട് വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഇതൊരു ഹിറ്റ് തന്നെ ആയിരിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ട് ഇത് കേട്ടിട്ട്. ഈ സമയം അസിസ്റ്റന്റ് എല്ലാ ക്രെഡിറ്റും ഹാനയ്ക്കാണ്. ഹാന ഉള്ളതുകൊണ്ടാണല്ലോ വൂജു നല്ലൊരു റൊമാൻറ്റിക് പാട്ട് ഇപ്പോൾ എഴുതി പാടിയിരിക്കുന്നത്. ആ കാര്യങ്ങൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കുന്ന മാനേജർ പാട്ട് എഴുതുന്നതും അതിനുവേണ്ടി കൂട്ടുകൂടുന്നതും ഒക്കെ കൊള്ളാം. അതിനപ്പുറം ഒരു ഡേറ്റിംഗ് റൂമർ നിങ്ങൾക്കിടയിൽ വരുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. അതൊന്നും നടക്കില്ല. എത്രയും പെട്ടെന്ന് പാട്ടൊക്കെ എഴുതി കഴിഞ്ഞില്ലേ, നീ ആ പെൺകുട്ടിയായിട്ടുള്ള കമ്പനിയെല്ലാം ഉപേക്ഷിച്ചേക്കുന്നില്ല അവിടെ ഇവനോട് ഷൗട്ട് ചെയ്യാണ്. അത് കേൾക്കുന്ന ഇവന്റെ കൂടെ പാട്ട് പാടിയ ആ സിംഗറും നിങ്ങൾ തമ്മിൽ ഒട്ടും ചേർച്ചയില്ല, എന്തായാലും നീ കാര്യം കാണാൻ വേണ്ടി മാത്രം അവളെ കൂടെ കൂട്ടിയത് നന്നായി, ഞാനൊക്കെ പേടിച്ചു പോയിരുന്നു എന്നെല്ലാം അവിടെ ഇരുന്ന് പറയുമ്പോൾ അതും ഹാന കേൾക്കുന്നു. അവളാകെ അപ്സെറ്റ് ആവുന്നു. കാരണം അവൾ ഒരിക്കലും വൂജു അവളോട് ഡേറ്റ് ചെയ്തത് അവനിങ്ങനെ പാട്ട് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കേട്ട് അവൾ വളരെ അപ്സെറ്റ് ആയി അവിടെ നിന്ന് പെട്ടെന്ന് ഓടിപ്പോകുന്നു. അവൾ ഇങ്ങനെ പോകുന്നതും ഇവിടെ പറഞ്ഞതൊക്കെ കേട്ടതുകൊണ്ടാണെന്ന് വൂജുവിന് മനസ്സിലാവുന്നു. അവൻ വേഗം തന്നെ ഇപ്പൊ റെക്കോർഡ് ചെയ്ത പാട്ട് ഡിലീറ്റ് അടിച്ച് ഇവരോടുള്ള ദേഷ്യത്തിന് അവിടെ നിന്ന് പോവാണ്. കാരണം ഇവന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണുള്ളതെന്ന് അറിയാതെ ഇവര് സ്വയം ഇത് കാര്യം കാണാൻ വേണ്ടിയുള്ള ഡേറ്റിംഗ് ആണെന്ന് ജഡ്ജ് ചെയ്ത് അവളെ അത് പറഞ്ഞ് സങ്കടപ്പെടുത്തിയതിൽ അവന് നല്ല ദേഷ്യമുണ്ട്. അങ്ങനെ അവൻ അവളുടെ പുറകെ ചെല്ലുന്നു. അവൾ ആ സമയം വളരെ സങ്കടപ്പെട്ട ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. അവിടെ അവളുടെ അടുത്ത് ചെല്ലുന്ന ഇവൻ അവര് പറഞ്ഞതില് സ്വല്പം കാര്യമുണ്ട്. ആദ്യം ഞാൻ നീയുമായി കൂട്ടുകൂടിയത് പാട്ട് എഴുതാൻ വേണ്ടി മാത്രമായിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അല്ലാതെ അവര് പറയുന്നത് പോലെ റൂമറിനോ എന്റെ കരിയറിനോ ഒന്നും പേടിച്ച് ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്നെല്ലാം ഹാനയോട് അവൻ പറയുമ്പോൾ അവൾ അതെല്ലാം കേട്ടിരിക്കുന്നു. ഇവൻ സോറി പറഞ്ഞുകൊണ്ട് അവളെ കിസ് ചെയ്യാനായി വരുമ്പോഴേക്കും അവൾ അവനെ തട്ടിമാറ്റി അവിടെ നിന്ന് പോകുന്നു. കിസ് ചെയ്ത് കഴിഞ്ഞാൽ തന്റെ മൂന്നാമത്തെ ആഗ്രഹവും നിറവേറും എന്ന പേടി കൊണ്ടാണോ അതോ പെട്ടെന്ന് ടെൻഷൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല. അവൾ എന്തായാലും അവിടെ നിന്ന് മാറി അവളുടെ കയ്യിലെ ആ ഒരു ആഗ്രഹങ്ങൾ പൂർത്തിയാകുമ്പോൾ മാഞ്ഞു പോകുന്ന നക്ഷത്രങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നു. മൊത്തവും 7 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 2 എണ്ണം പൂർത്തിയായി. അങ്ങനെ ഇനി 5 എണ്ണം കൂടിയേ ഉള്ളൂ. വൂജു പിന്നീട് തന്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് ഹാനയുടെ കൂടെ ഗെയിം കളിച്ച് അവൾ നേടിക്കൊടുത്ത ആ ഒരു ടോയ് നോക്കിയിരിക്കുകയാണ്. ആ സമയം അതിൽ പ്രസ് ചെയ്യുമ്പോൾ അവൾ അതിൽ റെക്കോർഡ് ചെയ്ത അവൾക്ക് ഇവനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ ഒരു വോയിസ് അവൻ കേൾക്കുന്നു. ആ വോയിസ് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് അവന് എന്തോ ഒന്ന് ഓർമ്മ വരികയാണ്. ഇതേപോലെ എന്നാൽ കുറച്ച് വലിപ്പ വ്യത്യാസമുള്ള ഒരു ടോയ് ഇവന്റെ കയ്യിൽ മുന്നേ തന്നെ ഉണ്ട്. അവൻ അതെടുത്ത് അതിൽ പ്രസ് ചെയ്യുമ്പോൾ അതിലും ഇതേപോലെ ഒരു വോയിസ്. രണ്ടും സിമിലർ ആണല്ലോ, എന്താ ഇത് ഇങ്ങനെയെന്ന് അവൻ ചിന്തിക്കുന്നു. ഈ ആദ്യത്തെ ടോയ് അവൻ അവന്റെ ഒരു ഫാൻ ഗിഫ്റ്റ് ചെയ്തതാണ്. പക്ഷെ ആരാണ് ആ ഫാൻ എന്ന് അവൻ അറിയില്ല. കാരണം അവൻ ഒരു K-pop താരമായി അറിയപ്പെടാൻ തുടങ്ങിയ ശേഷം ആദ്യമായി അവനെ റെക്കഗ്നൈസ് ചെയ്ത് അവന്റെ ഫാൻ എന്ന് പറഞ്ഞ ഒരാൾ കൊടുത്ത ഒരു അനോണിമസ് ഗിഫ്റ്റ് ആയിരുന്നു അത്. അതിലും ഇപ്പൊ വൂജു തന്നതിലും ഒരേ സൗണ്ട് ആണല്ലോ എന്ന് അവന് സ്ട്രൈക്ക് ആവുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം അവൻ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുമ്പോൾ മാനേജർ ആകെ പട കലിപ്പിലാണ്. ആറ്റുനോറ്റ് ഒരു റൊമാൻറ്റിക് സോങ് റെക്കോർഡ് ചെയ്തപ്പോൾ അത് ഡിലീറ്റ് അടിച്ചിട്ട് ഒരു പോക്കങ്ങ് പോയില്ലേ. ആ കാര്യം പറഞ്ഞ മാനേജർ കലിതുള്ളാണ്. അവനിങ്ങനെ ഡിലീറ്റ് അടിച്ചത് കൊണ്ട് തന്നെ ഇനി വീണ്ടും ആ സിംഗർ വന്ന് പാടുമെന്നൊന്നും തോന്നുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നില്ല അവര് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ വൂജു പാട്ട് പാടാൻ ഞാൻ ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ഹാനയാണ്. ഹാനയെ കണ്ടപാടെ മറ്റുള്ളവരെല്ലാം ഞെട്ടിപ്പോകുന്നു. ഇവളെങ്ങനെ പാട്ട് പാടാനാ, ഇവക്ക് പാട്ട് പാടാൻ വല്ല അറിയാവോ എന്നെല്ലാം അവര് പുച്ഛിക്കുന്ന സമയം അവരെയെല്ലാം ഞെട്ടിക്കുന്ന രീതിയിൽ വൂജുവിന്റെ സപ്പോർട്ടോട് കൂടി തന്നെ ഹാന നന്നായി തന്നെ ആ പാട്ട് പാടുന്നു. അവൾ അങ്ങനെ ആ പാട്ടിന്റെ ഓരോ വരിയും വളരെ ആസ്വദിച്ച് പാടുന്ന സമയത്താണ് മറന്നുപോയ ചില കാര്യങ്ങൾ അവളുടെ ഉള്ളിലേക്ക് എത്തുന്നത്. അവളിപ്പോൾ പുനർജനിക്കുന്നതിന് മുന്നേ ഒരു മനുഷ്യ പെൺകുട്ടി
ഹാപ്പിയായി ജീവിച്ചിരുന്ന ആ ഒരു സമയമില്ലേ, അന്ന് അവൾക്ക് ആക്സിഡന്റ് പറ്റിയല്ലേ അവള് മരിച്ചത്. ആക്സിഡന്റ് പറ്റി റോഡിൽ കിടന്ന സമയം അവളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുന്നേ അവസാനമായി അവൾ ഒരാളെ കണ്ടിരുന്നു. അത് വൂജു ആണെന്നാണ് അവൾ കരുതിയിരുന്നത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ വൂജു ആയിരുന്നില്ല, ആ ഹോസ്പിറ്റലിലെ ആംബുലൻസ് ഡ്രൈവറായ കിം ആയിരുന്നു. വൂജുവിന്റെ പാട്ട് കേട്ട് വരുന്ന സമയത്താണ് ആക്സിഡന്റ് നടന്നത്. അതുകൊണ്ടാണോ അതോ ഏത് സമയം വൂജുവിന്റെ ചിന്തയുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, അവൾ കിമ്മിനെ വൂജു എന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷെ ഇപ്പോഴാണ് അവൾക്ക് ആ കാര്യം ഓർമ്മ വരുന്നത്. ഇതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഹാനെ കണ്ടപ്പോ കിമ്മിന് ഇവളെ എവിടെയോ കണ്ട് നല്ലൊരു പരിചയം തോന്നിയത്. അന്ന് ആക്സിഡന്റ് പറ്റിക്കിടന്ന് ഇവളെ അവനാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇവളുടെ മുഖം അവന് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ ഇവള് മരിച്ചു എന്നതുകൊണ്ട് തന്നെ എങ്ങനെ ഇപ്പോൾ വീണ്ടും ജീവനോടെ എത്തി എന്ന ഒരു കൺഫ്യൂഷൻ കൊണ്ടായിരിക്കാം ഇവൻ കറക്റ്റായി ഇവളെ എവിടെയാണ് കണ്ടതെന്ന് അപ്പോൾ ഓർത്തെടുക്കാൻ കഴിയാതെ പോയത്. എന്തായാലും ഈ കാര്യം ഓർത്ത് ഹാന ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഇതേ ടീം കിമ്മിന് ഇപ്പോഴും അന്ന് താൻ കണ്ട ആ പെൺകുട്ടി, അതായത് നമ്മുടെ ഹാനയുടെ കാര്യത്തിൽ എന്തൊക്കെയോ ഡൗട്ടുകളുണ്ട്. മരിച്ച അവൾ എങ്ങനെ ജീവനോടെ തിരിച്ചെത്തുന്നു എന്നതായിരുന്നു അവന്റെ പ്രധാന സംശയം. അവനാകട്ടെ ഹോസ്പിറ്റലിലെ ജോലിക്കിടയിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ ഏറെ നാളുകളായി കോമാവസ്ഥയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു പേഷ്യന്റിനെ ചെന്ന് കാണുകയും അവരുടെ കാര്യങ്ങൾ നോക്കുകയും അവർക്ക് ബൊക്കെ അവരറിയുന്നില്ലെങ്കിൽ പോലും സമ്മാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഡോക്ടർ റിയ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. കാരണം ഡോക്ടർ റിയയ്ക്ക് കിമ്മിനോട് ക്രഷാണ്. പക്ഷെ ആരാണ് ഈ പേഷ്യന്റ്, എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്നതൊന്നും റിയയ്ക്ക് അറിയില്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് വൂജുവിനാണ്. അവൻ ഹാനിക്ക് കൊടുത്തിരിക്കുന്ന ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നു. അവൾ അവന്റെ മെസ്സേജിനൊന്നും നന്നായി റിപ്ലൈ അയക്കുന്നേ ഇല്ല. ആ ടീം അവൻ, നിനക്ക് ഞാൻ ഫോൺ തന്നത് എന്നെ വിളിക്കാനും മെസ്സേജ് അയക്കാനുമാ, എന്നിട്ട് ഇപ്പൊ അത് ചെയ്യത്തില്ലെങ്കിൽ ഞാൻ ആ ഫോൺ ഇങ്ങ് തിരിച്ചു വാങ്ങുമെന്ന് ചുമ്മാ തമാശയ്ക്ക് പറയുമ്പോൾ അവൾ അത് കണ്ട് സീരിയസ് ആയിട്ട് നാളെ തന്നെ അസിസ്റ്റന്റിന്റെ കയ്യിൽ ഫോൺ കൊടുത്തേക്കാമെന്ന് റിപ്ലൈ അയക്കുന്നു. ഇത് കാണുന്നവൻ, ഞാൻ തമാശയ്ക്ക് പറഞ്ഞപ്പോ ഇവൾ എന്തിനാ ഇത്രയും സീരിയസ് ആയിട്ട് അത് എടുക്കുന്നത്, എന്തായാലും നേരിലൊന്ന് കണ്ട് സംസാരിച്ചേക്കാന്ന് കരുതി അവളെ കാണാനായി പോകുന്നു. ഇതേ ടീം അവളാകട്ടെ കിമ്മിനെ കാണാനായി വന്നിരിക്കുകയാണ്. നിങ്ങൾ എന്നെ രക്ഷിക്കാൻ നോക്കിയ ആ പെൺകുട്ടിയാ ഞാൻ, നിങ്ങൾ അത്ര എന്നെ പാടുപെട്ട് രക്ഷിക്കാൻ നോക്കിയിട്ടും അതിനുള്ള നന്ദി പോലും പറയാൻ ഒരവസരം എനിക്ക് കിട്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ് അവന്റെ ഉള്ളിലെ സംശയം പോലെ തന്നെ അവനെന്ന് രക്ഷിക്കാൻ നോക്കിയിട്ടും മരിച്ചുപോയ പെൺകുട്ടിയാണ് ഇവളെന്ന കാര്യം അവൾ വെളിപ്പെടുത്തുന്നു. ഇവനാകട്ടെ ഇത് വിശ്വസിക്കണോ എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ്. അവൻ വേഗം തന്നെ അവളെ കെട്ടിപ്പിടിക്കുന്നു. ഹാനയ്ക്ക് ഇവനാണ് അന്ന് തന്നെ സേവ് ചെയ്തത്, ഇവന്റെ മുഖമാണ് ലാസ്റ്റ് കണ്ടത് എന്ന കാര്യം ഓർമ്മയുണ്ടെങ്കിലും അവളുടെ ഫാമിലിയെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസും അവൾക്കിപ്പോ ഓർമ്മയില്ല. ഇവന്റെ സഹായത്തോടെ അത് കണ്ടുപിടിക്കാനായി അവൾ തീരുമാനിക്കുന്നു. ഇതേ ടീം ഇപ്പോഴും കിമ്മിന് തന്റെ കൺമുന്നിൽ വെച്ച് മരിച്ച ഒരാൾ ഇപ്പോൾ ഇങ്ങനെ ജീവനോടെ വന്ന് നിൽക്കുന്നത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഹാന ഇപ്പൊ ഒരു പ്രേതമല്ലല്ലോ, അല്ലെങ്കിൽ ഒരു ആത്മാവല്ലല്ലോ, ശരിക്കും ഒരു മനുഷ്യനായി തന്നെയല്ലേ ഇപ്പൊ ജീവിക്കുന്നത്. അതാണ് കിമ്മിന് മനസ്സിലാകാത്ത വലിയൊരു കാര്യം. പക്ഷെ അത് നേരിട്ട് അവളോട് ചോദിക്കാനായുള്ള ധൈര്യവും അവനില്ല. എന്തായാലും ഇവരിങ്ങനെ ഇവിടെ നിൽക്കുന്നത് ഹാനയെ കാണാനായി എത്തുന്ന വൂജു കാണുന്നു. ഇതെന്താ ഇവളുടെ ബോയ് ഫ്രണ്ട് വല്ല ആണോന്ന് വൂജുവിന് വല്ലാത്ത ടെൻഷൻ. അടുത്ത ദിവസം ഹാനയ്ക്ക് ആക്സിഡന്റ് പറ്റിയതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിം. ആ സമയത്ത് ഒരു എമർജൻസി കേസ് വരുന്നതിനെ തുടർന്ന് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടി വരുന്നു. ഇതേ ടീം ഒരു ഇന്റർവ്യൂ കൊടുക്കാനായി വൂജു വന്നിരിക്കുന്നു. അവന് ഹാനയുടെ കാര്യം ആലോചിച്ചിട്ട് വലിയ സങ്കടമുള്ളതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ ഒന്നും തന്നെ കഴിയുന്നില്ല. അപ്പോഴേക്കും ഇവന്റെ അസിസ്റ്റന്റിന്റെ കയ്യിൽ ഹാന ആ മൊബൈൽ ഫോൺ കൊടുത്തു വിടുന്നു. അത് കാണുന്ന വൂജു അസിസ്റ്റന്റിനോട് അവള് ഫോൺ തന്നെന്നും പറഞ്ഞ് താൻ എന്തിനാ അത് പോയി വാങ്ങിയെന്നും പറഞ്ഞ് അയാളോട് ദേഷ്യപ്പെടാണ്. പിന്നീട് വൂജു നേരെ ഡോക്ടർ റിയെ ചെന്ന് കാണുന്നു. ആ ഉറങ്ങാനുള്ള ടാബ്ലറ്റുകൾ തന്റെ കയ്യിൽ നിന്ന് പോയി അത് വീണ്ടും വേണമെന്ന് അവൻ പറയുമ്പോൾ, നിനക്കിനി എന്താ പ്രശ്നം, നിന്റെ ലാസ്റ്റ് ഇറങ്ങിയ പാട്ട് വളരെ ഹിറ്റാണല്ലോ, കൂടാതെ ആ കൂടെ പാടിയ പെൺകുട്ടിയുടെ സൗണ്ടും നല്ല രസമുണ്ട് കേൾക്കാൻ, പാട്ട് ഹിറ്റായില്ല, കരിയറിൽ നല്ലൊരു ബ്രേക്ക് കിട്ടിയില്ല, ഇനി എന്താ കുഴപ്പമൊന്നുമില്ല അവള് ചോദിക്കുമ്പോൾ ഹാനയുടെ കാര്യം അവൻ പറയുന്നു. ഇവര് രണ്ടുപേരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ടാണ് ഇവൻ ധൈര്യത്തിൽ അവളുടെ കാര്യം പറഞ്ഞത് തന്നെ. അത് കേൾക്കുന്ന ഡോക്ടർ റിയ, എന്തായാലും ഞാൻ ഇനി നിനക്ക് ആ ടാബ്ലറ്റ് തരാൻ നീ ഉദ്ദേശിക്കുന്നില്ല, നീ വേഗം തന്നെ അവളോട് ചെന്ന് സംസാരിച്ച് പ്രശ്നം എല്ലാം സോൾവ് ആക്ക്, അപ്പൊ പിന്നെ നിനക്ക് ടാബ്ലറ്റിന്റെ ഒന്നും ആവശ്യം വരില്ലെന്നാണ് അവള് പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് വൂജു തിരിച്ചു പോകുന്നു. അവന്റെ പാട്ട് വളരെ ഹിറ്റാണ്, അതുകൊണ്ട് തന്നെ അത് സെലിബ്രേറ്റ് ചെയ്യാനായി മാനേജറും അസിസ്റ്റന്റും എല്ലാം നിർബന്ധിക്കുമ്പോൾ അവൻ അത് ആദ്യം ഹാനയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ അവൻ ഹാനയെ കാണാനായി പോകുന്നു. പക്ഷെ പോകുന്നതിന് മുന്നേ അവൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് നൽകാൻ തീരുമാനിക്കുന്ന അവൻ ആ ഒരു ഗെയിം കളിച്ച് കിട്ടുന്ന ഇവന്റെ ചെയിൻ കഷ്ടപ്പെട്ട് അത് കളിച്ച് തന്നെ നേടിയെടുക്കുന്നു. അതിനുശേഷം അതുമായിട്ടാണ് അവൻ പോകുന്നത്. അങ്ങനെ അവളെ അവനൊരു പബ്ലിക് പ്ലേസിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ആദ്യം തന്നെ ഒന്നും പറയാതെ ആ ചെയിൻ അവളുടെ കഴുത്തിൽ ഇട്ടുകൊടുത്തവൻ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു വരുമ്പോഴേക്കും വൂജുവിനെ കണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തിരിച്ചറിയുന്നു. അവർ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാനായിട്ട് അടുത്തേക്ക് എത്തുമ്പോൾ ഇവൻ അവളുടെ കൈ പിടിച്ചോടാണ്. അങ്ങനെ ഓടി ആരും ഇല്ല എന്ന് ഉറപ്പുവരുത്തി ഒരു സ്ഥലത്ത് നിന്ന് അവൻ അവന്റെ ഇഷ്ടം തുറന്നു പറയുന്നു. അങ്ങനെ അവളെ പ്രപ്പോസ് ചെയ്ത് അവളുടെ സമ്മതം പോലും ചോദിക്കാതെ അവൻ അവളെ കിസ് ചെയ്യുന്നു. ഈ സമയം അവളുടെ കയ്യിലെ മൂന്നാമത്തെ നക്ഷത്രവും മായാണ്, അതായത് അവളുടെ മൂന്നാമത്തെ ആഗ്രഹവും ഇപ്പോൾ നിറവേറിയിരിക്കുന്നു. അങ്ങനെ ഒന്നൊന്നായി ഓരോ ആഗ്രഹങ്ങളും നിറവേറി അവസാനം ഏഴാമത്തെ ആഗ്രഹവും കൂടി പൂർത്തിയായി കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇവൾ ആഫ്റ്റർ ലൈഫിലേക്ക് മടങ്ങുമോ? അതിനു മുന്നേ അവൾക്ക് അവളുടെ ഫാമിലിയെ കണ്ടെത്താൻ സാധിക്കുമോ? കിമ്മിന്റെ അടുത്ത് ഡോക്ടർ റിയ സംസാരിക്കുന്നതാണ്. നിങ്ങൾക്കറിയാലോ, ഡോക്ടർ റിയയ്ക്ക് കിമ്മിനോട് പണ്ട്
തൊട്ടേ ഒരു ഇഷ്ടമുണ്ട്. പക്ഷെ ഇവൻ ഒരു ആംബുലൻസ് ഡ്രൈവർ ആയതുകൊണ്ടും കുറച്ച് റിസ്ക് പിടിച്ച ജോലികളൊക്കെ അതിന്റെ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും അപകടം നടക്കുന്ന സ്ഥലത്ത് ആളുകളെ റെസ്ക്യൂ ചെയ്യാനൊക്കെ ഇവൻ വളരെയധികം ശ്രമിച്ച് ഇവന്റെ ആരോഗ്യമോ ജീവനോ പോലും കൺസിഡർ ചെയ്യാതെ പലപ്പോഴും ഇവൻ അപകടം പറ്റുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതറിയാവുന്നത് കൊണ്ട് അവൾ അവന്റെ അടുത്ത് ഒരു ആമുഖത്തോടെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഏറെ നാളായി ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ നന്നായി അറിയാം. എനിക്ക് ഇടയ്ക്കിടെ പുകവലിക്കുന്ന ഒരു ശീലമുണ്ട്, അത് ഈ സ്ട്രെസ് മാറാനായിട്ടാ. കൂടാതെ സ്ട്രെസ് കാരണം തന്നെ ഞാൻ ഉറങ്ങാത്തത് കൊണ്ട് ഞാൻ സ്ലീപ്പിംഗ് പിൽസും എടുക്കുന്നുണ്ട്. ഈ 2 ശീലങ്ങൾ ഒഴിച്ചാല് എനിക്കിങ്ങനെ ദുശീലങ്ങളൊന്നും പറയാൻ ഒന്നും തന്നെ ഇല്ല. പിന്നെ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ വളരെ റിസ്ക് എടുത്താണ് പണിയെടുക്കുന്നത്. എന്തെങ്കിലും പറ്റുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരു കാര്യം പറയട്ടെ, ദയവ് ചെയ്ത് സ്വന്തം ജീവൻ പോലും നോക്കാതെ റിസ്കിലേക്ക് പെട്ട് മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിക്കരുത്. സ്വന്തം കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണമെന്നെല്ലാം പറയുന്ന അവൾ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുന്നു. ഈ സമയം കിം ഇത് കേട്ട് ആകെ ഷോക്കാവുന്നു. ഇപ്പൊ ആലോചിച്ചൊരു തീരുമാനം പറയണ്ട, പതിയെ മതിയെന്ന് റിയ പറയുമ്പോൾ അവനൊന്നും തന്നെ ആലോചിക്കാനില്ല എന്നാണ് അവൻ പറയുന്നത്. റിയ നല്ലൊരു ഡോക്ടറാണ്, നല്ലൊരു പെൺകുട്ടിയുമാണ്. പക്ഷെ അവൻ അവളോട് പ്രണയത്തിന്റെ രീതിയിൽ പെരുമാറാൻ കഴിയില്ലെന്ന് അവൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ്, ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് ആ ഒരു ബഹുമാനമാണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതല്ല, പക്ഷെ എനിക്ക് മറ്റു ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവൻ അവളെ ഇഷ്ടമല്ല എന്ന് തന്നെ തുറന്നു പറയുന്നു. ഇത് കേട്ട് അവള് വളരെ സാഡ് ആകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പയ്യനെ കിട്ടും. മുന്നേ പറഞ്ഞതുപോലെ ആ 2 ദുശീലങ്ങൾ മാറ്റണം. സ്മോക്കിങ്ങും സ്ലീപ്പിംഗ് പിൽസും, ഇത് രണ്ടും ആരോഗ്യത്തിന് നല്ലതല്ല. ഞാൻ പറയുന്നത് കേട്ട് ഡോക്ടർ എനിക്ക് വേണ്ടി അത് മാറ്റണമെന്ന് അവൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്നോട് ഇത്ര നൈസ് ആയിട്ട് പെരുമാറുന്നത്, അതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞ് അവൾ അങ്ങ് പോകുന്നു. അവൾക്ക് നല്ല സങ്കടാവുന്നുണ്ട്, കാരണം അവൾക്ക് അത്രയേറെ കിമ്മിനെ ഇഷ്ടമായിരുന്നു. അങ്ങനെ റിജക്ട് ചെയ്യപ്പെട്ട റിയ അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നു. ഇതേ ടീം ഹാനയോട് ഇഷ്ടം തുറന്ന് പറഞ്ഞ വൂജു അവളെ പബ്ലിക്കായി തന്നെ കയ്യും പിടിച്ച് കൊണ്ടു നടക്കാണ്. ഇതൊക്കെ ആളുകൾ കണ്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട്. അതൊന്നും അവനെ പക്ഷെ ഒരു തരി പേടിപ്പിക്കുന്നേ ഇല്ല. അവൻ വളരെ അഭിമാനത്തോടെ ഇവളാണ് എന്റെ പെണ്ണെന്ന രീതിയിൽ തന്നെ അവളുടെ കൈ പിടിച്ച് നടക്കുന്നു. ഹാനയ്ക്ക് ഇതൊക്കെ വളരെ എംബാരസിംഗ് ആയിരുന്നു. അവൾക്ക് നല്ല പേടിയുണ്ടെങ്കിലും വൂജു അത് കാര്യമാക്കുന്നേയില്ല. അടുത്തതായി വൂജു അവളെയും കുട്ടി വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. ആക്ച്വലി ഇത്രയും നല്ല ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലേക്ക് തന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ വരണമെന്നത് ഹാനയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇവിടെ എത്തി ആ ഒരു ആഗ്രഹവും കൂടി സാധിക്കുന്നു. അങ്ങനെ ആ നക്ഷത്രവും മായാണ്. അവൾ ആ സ്ഥലം വളരെ എൻജോയ് ചെയ്യുന്നു. തന്റെ ഉള്ളിലെ എല്ലാ ടെൻഷൻസും മറന്ന് അവൾ വൂജുവിന്റെ കൂടെ അവിടെ അങ്ങ് ആസ്വദിക്കുകയാണ്. അവരങ്ങനെ അവിടെ ഹാപ്പി ഇരിക്കുന്ന സമയത്താണ് വൂജുവിന് അവന്റെ അച്ഛനുമായി അത്ര നല്ല റിലേഷൻ അല്ല ഉള്ളതെന്ന് അറിയാവുന്ന ഹാന അവൻ അറിയാതെ തന്നെ അവന്റെ ഫോൺ എടുത്ത് അച്ഛന് അവൻ അയക്കുന്നത് പോലെ അച്ഛ ഐ ലവ് യു, ഐ മിസ് യു എന്നൊക്കെ പറഞ്ഞു മെസ്സേജ് അയക്കുന്നു. പിന്നീട് ഈ മെസ്സേജ് കണ്ട് അവന്റെ അച്ഛൻ തിരിച്ച് റിപ്ലൈ ആണ്. അച്ഛനും അവനെ ഒരുപാട് ഇഷ്ടം ഉള്ളിൽ കൊണ്ട് നടക്കെ തന്നെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ചെറിയ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ മൂലം അത് തുറന്ന് കാണിക്കാതിരിക്കായിരുന്നു. ഇപ്പോൾ അച്ഛനും വളരെ കെയറോടുകൂടി സ്നേഹത്തോടു കൂടി റിപ്ലൈ അയക്കുമ്പോൾ ഇവൻ പറയാണ്, ഞാൻ അമ്മയുമായിട്ട് വളരെ ഹാപ്പിയായി ജീവിക്കായിരുന്നു. പക്ഷെ അമ്മ എന്റെ ലൈഫിൽ നിന്ന് പോയതിനു ശേഷം ഞാനും അച്ഛനും തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചയിലായിരുന്നില്ല എന്നല്ല. പക്ഷെ തുറന്നു പറയാൻ പോയാൽ ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു വിഷയവും ഇല്ല. എങ്കിലും എന്തൊക്കെയോ ഞങ്ങളുടെ റിലേഷനെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കിയിരുന്നു എന്ന് അവൻ പറയുമ്പോൾ ഇവളുടെ അമ്മയെ ആലോചിക്കുന്നു. ഇവൾക്ക് ഒരു അമ്മയുണ്ടല്ലോ, പക്ഷെ ആ അമ്മ ഇപ്പോൾ എവിടെയാണ്, എങ്ങനെയാണ് എന്നതൊന്നും തന്നെ അവൾക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളുടെ വാല്യൂ അവൾക്ക് നന്നായി അറിയാം. നമ്മൾ ജീവനോടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും നാള് അത് ചെയ്യുക തന്നെ വേണം, അല്ലാതെ മൂടി വെക്കുകയല്ല വേണ്ടതെന്ന് അവൾ പറയുന്നു. ഇങ്ങനെ ഇവരിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമയം എപ്പോഴും ഹോസ്പിറ്റലിലെ കോമ പേഷ്യന്റിന് ബൊക്കെ വാങ്ങാറുള്ള കിം ഇത്തവണയും ബൊക്കെ വാങ്ങാനായി പോകുന്നു. പക്ഷെ അവൻ 2 എണ്ണമാണ് ഇത്തവണ വാങ്ങുന്നത്. അത് വാങ്ങി തിരിയുമ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് വളരെ സീരിയസ് ആയി ഒരു ഫോൺ കോൾ വരുന്നത്. വിളിച്ചിരിക്കുന്നത് ആ കോമ പേഷ്യന്റിന് വളരെ സീരിയസ് ആയി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ പേഷ്യന്റിന്റെ അടുത്തായിരുന്നു ഡോക്ടർ റിയ ആ സമയത്തുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒരു ഫോട്ടോ റിയയ്ക്ക് കിട്ടുന്നു. ആ ഫോട്ടോ കാണുന്ന അവൾ ആകെ ഷോക്കായി വേഗം വൂജുവിനെ അവന്റെ കൂടെയുള്ള അവന്റെ ഗേൾ ഫ്രണ്ട് ആയ ഹാനയും കൂടി ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വരുത്തുന്നു. ആ ഫോട്ടോ ഹാനയെ കാണിക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. കിം ഇത്രയും നാള് നോക്കിയിരുന്ന ആ പേഷ്യന്റ് മറ്റാരുമല്ല, ഹാനയുടെ അമ്മയാണ്. ഹാനയ്ക്ക് 7 വർഷങ്ങൾക്ക് മുന്നേ ആക്സിഡന്റ് പറ്റിയില്ലേ, ആ ഒരു ഷോക്കില് അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നിരുന്നു. തുടർന്ന് അമ്മ ആരോഗ്യനില വളരെ മോശമായി ഇതുപോലെ കോമ സ്റ്റേജിലേക്ക് പോയി. അന്ന് മുതൽ ഇന്ന് വരെ അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് കിം ആയിരുന്നു. ഹാന കോമയിലുള്ള അവളുടെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ അമ്മയുടെ മുന്നിലിരുന്ന് കരയാണ്. അമ്മ, അന്ന് ഞാൻ മര്യാദയ്ക്ക് ചെരുപ്പിടാതെ ധൃതിയിൽ വീട് വിട്ടിറങ്ങിയപ്പോ അമ്മ എന്നെ വഴക്ക് പറഞ്ഞിരുന്നില്ലേ? ഞാനൊന്നും ഒരിക്കലും എന്റെ അവസാന ദിവസമായിരിക്കും എന്ന് വിചാരിച്ചില്ലായിരുന്നു അമ്മ. അമ്മയോട് മര്യാദയ്ക്ക് സ്നേഹത്തിൽ ഒരു യാത്ര പോലും പറയാതെയാ ഞാനന്ന് ഇറങ്ങിപ്പോയത്. ഇത്രയും നാള് അമ്മ എന്നെ ഓർത്തല്ലേ ഇത്ര കഷ്ടപ്പെട്ട് കിടന്നത്. ഞാൻ തിരിച്ച് എർത്തിലേക്ക് എത്തിയിട്ടും ഞാൻ അമ്മയെ അന്വേഷിച്ച് കണ്ടെത്താൻ മുതിരാതിരുന്നത് ഒരുപക്ഷെ അമ്മ ഞാനില്ലാതെ ഹാപ്പിയായി ജീവിക്കായിരിക്കോ, എന്നെ മറന്നു കാണുമോ എന്ന പേടി കൊണ്ടാണ്. പക്ഷെ അമ്മ ഇപ്പോഴും എന്നെ ആലോചിച്ച് എനിക്ക് വേണ്ടി കാത്തിങ്ങനെ കിടക്കായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അമ്മ പതിയെ പതിയെ എന്നെ വിട്ട് പൊക്കോണ്ടിരിക്കുകയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷെ അമ്മ, ഇത് അവസാനമല്ല, നമ്മൾ ഇനിയും വീണ്ടും കണ്ടുമുട്ടും അമ്മ എന്ന് പറഞ്ഞു അവൾ അവിടെ ഇരുന്ന് വല്ലാതെ കരയുമ്പോൾ അമ്മയുടെ കണ്ണീന്നും കണ്ണുനീര് വരുന്നത് നമുക്ക്
കാണാം. ഇത്രയും വർഷം നഷ്ടപ്പെട്ടു എന്ന് കരുതി കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ മകളെ വീണ്ടും കൺമുന്നിൽ എത്തുമ്പോ അമ്മയ്ക്കൊന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ സാധിക്കുന്നില്ല. പക്ഷെ അമ്മ പതിയെ പതിയെ മരിക്കുന്നു. അമ്മയുടെ ആത്മാവ് ശരീരം വിട്ടു പോകുന്നതും ഇവളുടെ കണ്ണിലൂടെ ഒഴുകുന്ന കണ്ണുനീര് അമ്മ തുടയ്ക്കുന്നതുമെല്ലാം അവൾക്കും ഫീൽ ആകാൻ കഴിയുന്നുണ്ട്. ഇവളിപ്പോ ഒരു ഗ്രിം റീപ്പർ അല്ലാത്തത് കൊണ്ട് അവൾക്ക് കറക്റ്റായി ആത്മാവിനെ കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം. അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു. ആ സമയം അവിടേക്ക് കിം എത്തുന്നു. ഇപ്പോഴാണ് മറ്റൊരു കാര്യം റിവീൽ ആകുന്നത്. ഹാന കരുതിയതുപോലെ അവൾ അവസാനമായി കണ്ടത് വൂജുവിനെ അല്ല മറിച്ച് കിമ്മിനെ ആണെന്ന് നമുക്ക് മനസ്സിലായിരുന്നല്ലോ. അതിന് കാരണം അന്ന് അവളെ ഇടിച്ച വണ്ടി ഓടിച്ചിരുന്നത് കിം ആയിരുന്നു. അവൻ അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ പറ്റിയതായിരുന്നു ആ ഒരു ആക്സിഡന്റ്. അതിലൂടെ ആ കുടുംബമാണ് തകർന്നു പോയത്. ഹാന കൊല്ലപ്പെട്ടു. ഹാനയുടെ അമ്മ ഈ ഒരു അവസ്ഥയിലേക്കായി. ആ ഒരു കുറ്റബോധം കൊണ്ടാണ് അവൻ ഇത്രയും നാള് ഈ അമ്മയെ അവന് പറ്റുന്ന രീതിയിൽ പൊന്നുപോലെ നോക്കിയത്. പിന്നീട് അവന്റെ മുന്നിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോ തന്റെ ജീവൻ പോലും നോക്കാതെ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ രക്ഷിക്കാൻ ശ്രമിച്ചതും ആ ഒരു കുറ്റബോധം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ അവൻ ഇതെല്ലാം ഹാനയോട് ഏറ്റുപറയുന്നു. ഒന്നും അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കാനായി ചെയ്തതല്ലെങ്കിലും അറിയാതെ തന്റെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റിനെ ഇത്രയും നാൾ അവൻ സ്വയം പഠിച്ച് ഒരു കുറ്റവാളിയെ പോലെ സ്വയം ഫീൽ ചെയ്ത് ജീവിക്കായിരുന്നു. അവനാകെ സങ്കടപ്പെടുമ്പോ ഹാനയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് അവനോട് ക്ഷമിക്കാനേ പറ്റുന്നില്ല. അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ലെങ്കിൽ പോലും ഇവൻ ഇത്രയും നാൾ തന്റെ അമ്മയെ പൊന്നുപോലെ നോക്കിയെങ്കിൽ പോലും അവൾക്ക് അവനോട് പൊറുക്കാൻ കഴിയുന്നില്ല. കാരണം ഒരുപാട് ഇനിയും ജീവിക്കേണ്ട ഒരു പെൺകുട്ടിയായിരുന്നു ഹാന. പക്ഷെ ആ ഒരു മരണത്തോടുകൂടി അവളുടെ ഫാമിലിയാണ് ചിന്നിച്ചെതറിപ്പോയത്. അവൾ അവനോട് ദേഷ്യപ്പെട്ടു പോകുന്നത് കാണുന്ന ഡോക്ടർ റിയ വൂജുവിനോട് ഞാൻ ഇപ്പോ വരാന്ന് പറഞ്ഞ് ഹാനയോട് സംസാരിക്കാനായി പോകുന്നു. റിയ ഹാനയോട് മാറിയിരുന്ന് സംസാരിക്കുന്നു. ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് 7 വർഷങ്ങൾക്ക് മുന്നേ ജൂനിയർ ഡോക്ടറായി വന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ ആക്സിഡന്റ് പറ്റി വളരെ സീരിയസ് ആയി കൊണ്ടുവന്നിരുന്നു. അന്ന് ആ രക്തമൊക്കെ കണ്ട് ഞാൻ ആദ്യം വല്ലാതെ പേടിച്ചിരുന്നു. പക്ഷെ ആ പെൺകുട്ടിയുടെ അമ്മ ആ കുട്ടിയുടെ ജീവൻ നിലനിർത്താനായി കരയുന്നത് കാണുന്ന സമയത്താണ് ഞാൻ ആ കുട്ടിയുടെ ജീവനേക്കാൾ വലുതല്ല എന്റെ പേടി എന്ന് മനസ്സിലാക്കിയിരുന്നു. സത്യത്തിൽ നിന്നെ കാണുമ്പോൾ എനിക്ക് വലിയൊരു അത്ഭുതമാണ്. അന്ന് എനിക്ക് രക്ഷിക്കാൻ സാധിക്കാതെ പോയ ആ പെൺകുട്ടി നീയായിരുന്നു. അന്ന് ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്നത് നിന്നെയായിരുന്നു. ആ നീ ഇന്നിങ്ങനെ ഈ ജീവനോടെ വന്ന് നിൽക്കുന്നു എന്നത് എന്നെ ഒരുപാട് അതിശയിപ്പിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ആ കാഴ്ച കണ്ടെന്ന് ഡോക്ടർ റിയ സംസാരിക്കുന്നു. ആരും അറിഞ്ഞുകൊണ്ടല്ല പേടി മൂലവും കയ്യബദ്ധം മൂലവും ഒക്കെ പറ്റിയ കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കുന്ന ഹാനയ്ക്ക് തന്റെ മരണത്തിന് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഉത്തരവാദിയായ കിമ്മിനോടും പേടി കാരണം തന്നെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ റിയോടും ഒക്കെ ഇപ്പൊ ദേഷ്യമൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ കയ്യിലെ 2 നക്ഷത്രങ്ങളുമായിരുന്നു. ഒരു നക്ഷത്രം അമ്മയോട് യാത്ര പറയാൻ സാധിച്ചപ്പോ മാഞ്ഞതാണ്. രണ്ടാമത്തേത് ഇപ്പൊ ഇവരോട് ക്ഷമിച്ചപ്പോ മാഞ്ഞതാണ്. അങ്ങനെ ഇപ്പോ ഒരു നക്ഷത്രമേ അവളുടെ കയ്യിലുള്ളൂ. അന്ന് കിമ്മിന്റെ വണ്ടി ഇടിച്ച് ഹാനയ്ക്ക് ആക്സിഡന്റ് പറ്റിയപ്പോ അവളുടെ കണ്ണടഞ്ഞിരുന്നല്ലോ. ആക്ച്വലി അവളപ്പോ പൂർണ്ണമായും മരിച്ചിട്ടില്ലായിരുന്നു. ജീവന്റെ ഒരു അംശം അവളിൽ ഉണ്ടായിരുന്നു. അതാണ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോ രക്ഷിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയില് ഹാനയുടെ അമ്മ വളരെ സങ്കടപ്പെട്ടത്. പക്ഷെ അപ്പൊ സാധിച്ചിരുന്നില്ല. അങ്ങനെ 7 ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ ഇങ്ങോട്ടേക്ക് എത്തിയ ഹാനയ്ക്ക് ഇനിയിപ്പോ ഒരു ആഗ്രഹം കൂടിയേ പൂർത്തിയാക്കാനായി ഉള്ളൂ. അവൾ അങ്ങനെ അമ്മയുടെ കാര്യവും എല്ലാം കൊണ്ട് വളരെ സാഡായിരിക്കുമ്പോ വൂജു അവളെ ആശ്വസിപ്പിക്കുന്നു. ഇവൾക്ക് ഇനി ഒരു ആഗ്രഹം കൂടിയേ പൂർത്തിയാക്കാനുള്ളൂ എന്നത് ഗ്രിം റീപ്പേഴ്സും അറിയുന്നു. അവർ ഹാനയെ കൊണ്ട് തന്നെ വൂജുവിനെ കൊല്ലിച്ച് അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായി ഇരിക്കുകയാണല്ലോ. അവർ അതിന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഇതേ സമയം ഹാനയും വൂജുവും തമ്മിലുള്ള റിലേഷന്റെ റൂമേഴ്സ് നെറ്റിലൊക്കെ വൈറലായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ മാനേജർ ആ കാര്യം പറഞ്ഞ് അവനോട് ചൂടാകുന്നു. അറിയാലോ കെ-പോപ്പ് താരങ്ങളെ പറ്റി വരുന്ന ഇത്തരം റൂമേഴ്സ് അവരുടെ ലൈഫ് തന്നെ ഇല്ലാതാക്കുന്നതായിരിക്കും എന്നല്ല മാനേജർ അവനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവൻ അവിടെ നിന്ന് നേരെ ഹാനയെ കാണാനായി പോകുമ്പോ അവളുടെ താമസ സ്ഥലത്ത് അവൾ ഉണ്ടായിരുന്നില്ല. എവിടെ പോയിന്ന് ഇവൻ അറിയില്ല. എന്തായാലും ഇവനെതിരെ ഫാൻസ് ഒക്കെ തിരിഞ്ഞ് വളരെയധികം പ്രശ്നങ്ങൾ നടക്കാണ്. വൂജു അവന്റെ അച്ഛനെ കാണുമ്പോ അച്ഛൻ അവനോട് സാരയില്ല, നീ നിന്റെ മനസ്സിന് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യുക. നിന്റെ കൺസേർട്ട് ഇന്ന് നടക്കുന്നുണ്ടല്ലോ, അത് കാണാൻ ഞാൻ എത്തും. എന്റെ എല്ലാ സപ്പോർട്ടും നിനക്കുണ്ടാകും. കൂടാതെ ആ പെൺകുട്ടി നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ നീ മനസ്സ് പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുക. ബാക്കി ഒന്നിനെയും പറ്റി നീ ആലോചിക്കേണ്ടെന്നെല്ലാം അച്ഛൻ അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇതേസമയം ഹാന അവളുടെ ഒരു പ്രേത ഫ്രണ്ടിന്റെ അടുത്ത് ഇരിക്കുകയാണ്. ഈ ഫ്രണ്ട് അവളുടെ ആഫ്റ്റർ ലൈഫിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു നല്ല സ്നേഹം കിട്ടണമെന്നത് അവളുടെ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടിയാണ് ആഫ്റ്റർ ലൈഫിലേക്ക് കടക്കാതെ അത് പൂർത്തീകരിക്കാനായി അവൾ ഈ എർത്തിൽ തന്നെ നിന്നത്. അത് നടക്കാതെ നീ പോവാണോ എന്ന് ഹാന ചോദിക്കുമ്പോൾ അത് നടന്നില്ലെന്ന് ആരാ പറഞ്ഞതെന്ന് ഫ്രണ്ട് ചോദിക്കുന്നു. ആക്ച്വലി സ്നേഹം എന്നത് പ്രണയം മാത്രമല്ലല്ലോ. നീ നല്ലൊരു ഫ്രണ്ടായി നിന്ന് എനിക്ക് ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട്. അതിലും നല്ല പരിശുദ്ധമായ സ്നേഹമൊന്നും എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അത് എന്റെ മനസ്സ് നിറച്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ ആഫ്റ്റർ ലൈഫിലേക്ക് മടങ്ങാണെന്ന് പറഞ്ഞ് കൂട്ടുകാരി അവളോട് വളരെ സങ്കടത്തിൽ യാത്ര പറയുന്നു. ഹാനയ്ക്ക് ഒരുപാട് സങ്കടമാണ്. കാരണം കുറെ നാളായി ഇവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. സന്തോഷത്തിലും സങ്കടത്തിലും പ്രത്യേകിച്ച് വൂജുവിനെ വായി നോക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഇവർ എപ്പോഴും ഒന്നിച്ചായിരുന്നു. അങ്ങനെ കൂട്ടുകാരി പോകാനായി പറയുമ്പോ പോകാൻ മനസ്സിലാതെ ഹാന അവിടെ തന്നെ നിൽക്കാണ്. നീ ഇപ്പൊ എന്റെ അടുത്തല്ല നിൽക്കേണ്ടത്, എനിക്ക് നിന്റെ മനസ്സറിയാം. നീ വൂജുവിനെ ചെന്ന്
കണ്ട് കാര്യങ്ങൾ തുറന്നു പറയണം. ഒരു ആഗ്രഹം കൂടിയല്ലേ ഇനി നടക്കാനുള്ളൂ. അത് കഴിയുമ്പോ നീയും ആഫ്റ്റർ ലൈഫിലേക്ക് പോകേണ്ടതല്ലേ. അതിനു മുന്നേ അവനെ ചെന്ന് കണ്ട് നീ സംസാരിച്ച് കാര്യങ്ങൾ സെറ്റ് ആക്കിയില്ലെങ്കിൽ നാളെ നീ എത്ര ചിന്തിച്ചാലും നിനക്ക് ചിലപ്പോ ശരിയാക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ പോകും. ആ സങ്കടത്തിൽ പിന്നീട് നീ ജീവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് കൂട്ടുകാരി അവളെ യാത്രയാക്കുന്നു. ഇത് ഇവരുടെ രണ്ടുപേരുടെയും ലാസ്റ്റ് കണ്ടുമുട്ടലാണ്. ഹാന ആഫ്റ്റർ ലൈഫിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ കൂട്ടുകാരി ഇവിടെ നിന്ന് പോകും. അങ്ങനെ ഇവിടെ നിന്ന് വളരെ സങ്കടത്തോടെ ഹാന വൂജുവിന്റെ കൺസേർട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് അവനെ കാണാനായി ചെല്ലുമ്പോൾ കൺസേർട്ട് ക്യാൻസൽ ആയി എന്ന വാർത്തയാണ് അവൾ അറിയുന്നത്. വൂജുവിനെതിരെ അവന്റെ ഡേറ്റിംഗ് റൂമർ കാരണം വലിയ പ്രശ്നമാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് കൺസേർട്ട് ക്യാൻസൽ ആയിരിക്കുന്നത്. ഇത് കേട്ട് അവൾ ആകെ സങ്കടത്തിലാവുന്നു. വൂജു ഹാപ്പി ആയിട്ടിരിക്കണം, അവന്റെ ലൈഫ് നന്നായിട്ട് പോകണമെന്നാണ് ഇവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ അവനും ഇവളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയണക്കെ ഇവൾക്ക് അവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി അവന്റെ കൂടെ ജീവിക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പോ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. എങ്ങനെ ആ പ്രശ്നങ്ങള് വൂജു സോൾവ് ചെയ്യും? ഹാനയ്ക്ക് അതിൽ അവനെ സഹായിക്കാൻ കഴിയുമോ? വൂജു ഇപ്പോൾ ഹാനയുമായി ഇൻവോൾവ് ആയിരിക്കുന്ന ആ ഒരു റൂമേഴ്സ് ഒക്കെ കാരണം അവന്റെ നടത്താനിരുന്ന കോൺസേർട്ട് ക്യാൻസൽ ആവുന്നു. അത് പക്ഷെ ആ വേദിയിലേക്ക് എത്തുമ്പോഴാണ് ഹാന അറിയുന്നത്. ഹാനയ്ക്ക് വലിയ സങ്കടമാണ്. കാരണം അവന്റെ ലൈഫ് വളരെ സേഫ് ആക്കണം എന്ന് കരുതിയാണ് അവൾ അവന്റെ കൂടെ കൂടിയത്. അവൻ എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നത് കാണാനാണ് ഇവൾക്ക് ഇഷ്ടവും. പക്ഷെ അതിന് പറ്റാത്ത രീതിയിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ മാറുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് അവൾ. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് നമ്മൾ വൂജുവിനെ കാണുമ്പോൾ അവന്റെ അസിസ്റ്റന്റ് അവന്റെ അടുത്തേക്ക് എത്തി സമാധാനിപ്പിക്കാൻ നോക്കുന്നു. അവൻ പക്ഷെ വലിയ സങ്കടത്തിൽ തന്നെയാണ്. ഹാന ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. തന്റെ കരിയറും ഇങ്ങനെ വീണ്ടും ഡൗൺ ആകുന്നു. എന്ത് ചെയ്യുന്നു? അവൻ ആകെ പാടെ ടെൻഷൻ. അസിസ്റ്റന്റ് അവനെ നിർബന്ധിച്ച് ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഒട്ടും ഇഷ്ടമില്ലാതെയാണ് അങ്ങോട്ടേക്ക് പോകുന്നതെങ്കിലും അവിടെ എത്തുന്ന അവൻ ആകെ അന്തം വിടുന്നു. കാരണം അവിടെ മുഴുവൻ ഇവന്റെ ഫോട്ടോസും ഫാൻസ് ഇവന് വേണ്ടി അവരുടെ ഇഷ്ടം അറിയിച്ചുകൊണ്ട് അയച്ചിരിക്കുന്ന ഓരോ കമന്റ്സും ഒക്കെ മനോഹരമായി വെച്ച് അലങ്കരിച്ചിരിക്കുന്നു. അതിനെ പിന്തുടർന്ന് അവൻ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുമ്പോൾ അവിടെ ഒരുപാട് ഇവന്റെ ഫാൻസ് കൂടിയിരിപ്പുണ്ടായിരുന്നു. നമുക്കറിയാലോ, പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു റൂമറോ ലെഗീൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ക്ലെയിമോ വന്നു കഴിയുമ്പോൾ അത്രയും നാള് അയാളെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളെല്ലാം തള്ളിപ്പറയും. പക്ഷെ അപ്പോഴും ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾക്ക് അയാളുടെ ഒരു തെറ്റുമില്ല, അയാളെ വിശ്വാസമുണ്ട് എന്ന തോന്നലുള്ള ആളുകൾക്ക് അയാൾ എപ്പോഴും തള്ളിപ്പറയാനാകില്ലല്ലോ. അങ്ങനെ നല്ല ആത്മാർത്ഥമായ കുറച്ച് ഫാൻസ് ഇവനുണ്ട്. അവനങ്ങനെ കട്ടയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ അവന് വേണ്ടി ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. അവന്റെ കോൺസേർട്ട് ക്യാൻസൽ ആയെങ്കിലും ഇവിടെ അവർ അവന് വേണ്ടി വന്നു. ആ കൂട്ടത്തിൽ ഹാന ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കൂട്ടത്തിലല്ല, അവളാണ് ഇത് തന്നെ അറേഞ്ച് ചെയ്തത്. അങ്ങനെ അവിടെ ഇവരെല്ലാവരെയും കാണുന്ന അവന് ഒരുപാട് സന്തോഷമാകുന്നു. വലിയ വേദിയും ഒരുപാട് ആൾക്കൂട്ടും എന്തിനാ, ചെറിയൊരു ഇടമാണെങ്കിലും തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പോരെ. അവൻ അവിടെ അവർക്ക് വേണ്ടി പാട്ട് പാടുന്നു. ഹാന അടക്കം എല്ലാവരും അവന്റെ പാട്ട് കേട്ട് എൻജോയ് ചെയ്തിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി അവൾ ആ ആൾക്കൂട്ടത്തിൽ ഒരു കാഴ്ച കാണുന്നത്. അത് അവൾക്ക് അറിയാവുന്ന ഒരു ഗ്രിം റീപ്പർ ആയിരുന്നു. അവിടെ ഒരു പയ്യന്റെ ശരീരത്തിലേക്ക് അയാൾ പ്രവേശിച്ച് എന്തോ അവസരത്തിനായി കാത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഹാനയുടെ കയ്യില് ആ വാച്ചിലും ടൈമർ സ്റ്റാർട്ട് ആവുന്നു. വൂജുവിന് അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അവൾ ചിന്തിച്ചതുപോലെ ആയിരുന്നില്ല. ആ ഗ്രിം റീപ്പർ കത്തിയുമായി ഇവൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. അത് കാണുന്ന വൂജു അവൾക്ക് കുത്തേൽക്ക് മുന്നേ അവളെ രക്ഷിക്കാനായി ഇടയിൽ കയറി ആ കുത്തി ഏറ്റുവാങ്ങുന്നു. എല്ലാവരും വളരെ പരിഭ്രാന്തിയിലാവുന്നു. ഹാന എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരയുന്നു. തുടർന്ന് വൂജുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. എല്ലാവരും അവന്റെ അവസ്ഥയിൽ ആകെ പേടിച്ച് എന്താകുന്നുള്ള ടെൻഷനിൽ നിൽക്കാണ്. ഹാനയ്ക്ക് അറിയാം ഇത് താൻ കാരണം സംഭവിച്ചതാണ്. അവൻ തന്നെ രക്ഷിക്കാൻ നോക്കിയല്ലേ ഇങ്ങനെ ആയത്. അതുകൊണ്ട് ഇനി താൻ ജീവിക്കുന്നില്ല എന്ന തീരുമാനത്തിൽ അവൾ ആത്മഹത്യ ചെയ്യാനായി കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നു. ഒരുപക്ഷെ താൻ ഇവിടെ നിന്ന് തിരിച്ചു പോകില്ല എന്ന് തോന്നിയ ഗ്രിം റീപ്പർ തന്റെ കഥ കഴിക്കാനായി വന്നതായിരിക്കാം. തന്റെ ബോസ് പറഞ്ഞു വിട്ടതായിരിക്കാമെന്നെല്ലാം അവൾ മനസ്സിലോർത്ത് ചാവാനായി നിൽക്കുമ്പോൾ അവിടേക്ക് ആ ഗ്രിം റീപ്പർ വരുന്നു. അല്പം മുന്നേ വരെ വൂജുവിന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച നീ എന്തുകൊണ്ട് ഇപ്പോ ചാവാൻ ആഗ്രഹിക്കുന്നു എന്നയാളെ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു അവസരം കൂടി തന്നൂടെ, വൂജുവിനെ രക്ഷിക്കാൻ എന്നെ ഇനി ഇവിടെ നിർത്തിക്കൂടെ എന്ന് ഹാന ചോദിക്കുകയാണ്. കാരണം വൂജുവിനെ കൊല്ലുമെന്ന് പേടിപ്പിച്ച് ഇവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇവർ ശ്രമിക്കും. വേണമെങ്കിൽ ഇവൾ കൂടെ ചെല്ലാനായി വൂജുവിനെ ഇവൾക്ക് രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ അപായപ്പെടുത്താൻ അവർ ശ്രമിക്കും. എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇവരോട് ഒന്നുകൂടെ എന്നെ ഇവിടെ നിർത്തിക്കൂടെ, നമ്മുടെ ചിത്രം സിനിമയിൽ ലാലേട്ടൻ ചോദിക്കുന്ന പോലെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അവൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മകളെ ഞാനന്ന് രക്ഷിച്ചതല്ലേ, ആ ഒരു കാര്യമോർത്തെങ്കിലും എന്നോട് ഇത്തിരി കരുണ കാണിച്ചൂടെ എന്ന് ഹാന ചോദിക്കുന്നു. ഹാന പറയുന്ന കുട്ടി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കഥയുടെ തുടക്കത്തില് ഹോസ്പിറ്റലിൽ ഒരു കൊച്ചുകുട്ടിയുടെ ജീവൻ എടുക്കാനായി ഹാന പോയിരുന്നില്ലേ? പക്ഷെ ആ കുട്ടിയുടെ അമ്മയുടെ പ്രാർത്ഥനയൊക്കെ കാണുമ്പോൾ ഹാന അതിന് മുതിർന്നില്ല. ആക്ച്വലി ഈ ഗ്രിം റീപ്പറിന്റെ ഭാര്യയും മകളുമായിരുന്നു അത്. ഗ്രിം റീപ്പർ അവിടെ മറ്റാത്മാക്കളെ കളക്ട് ചെയ്യാൻ വന്നെങ്കിലും തന്റെ മകളെ ഇങ്ങനെ കണ്ട് മാറി നിന്ന് സങ്കടപ്പെടുന്നത് ഹാന കണ്ടിരുന്നു. അതുകൊണ്ട് അവൾ ആ കൊച്ചുകുട്ടിയെ കൂടെ കൂട്ടാതെ അതിന്റെ ജീവൻ അവിടെ നിർത്തിയിട്ടാണ് വന്നത്. ഞാൻ അങ്ങനെ ചെയ്തതല്ലേ, അതോർത്തെങ്കിലും വൂജുവിനെ ഒന്നും ചെയ്യാതെ അവന് പകരം എന്റെ ജീവൻ എടുത്തുകൂടെ എന്ന് ഹാന ചോദിക്കുന്നു. ഈ ഗ്രിം റീപ്പേഴ്സിന്റെ പ്രധാന ടാർഗറ്റ് വൂജു ആണെന്ന് അവൾക്കറിയാം. കാരണം മുന്നേ തന്നെ അവർ പറഞ്ഞിരുന്നല്ലോ, അവനെ പോലെ വളരെ ഫേമസ് ആയ ഒരാളുടെ ആത്മാവിനെ കൊണ്ടുപോയാൽ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി ആഫ്റ്റർ ലൈഫിലേക്ക് കടക്കാമെന്ന്. അവൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് ഓഫർ പോലെ പറയുമ്പോൾ എങ്ങനെ അത് നടക്കും, ബോസ് അതിന് അനുവദിക്കില്ലല്ലോ എന്ന് ആ ഗ്രിം റീപ്പർ പറയുമ്പോൾ ബോസ് സമ്മതിക്കും. കാരണം ബോസിനോട് ഞാൻ അങ്ങനെ ക്ഷമിക്കാമെന്ന് പറയാൻ അവൾ പറയുമ്പോഴാണ് നമ്മൾ ആ ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ഗ്രിം റീപ്പർ ആയ ഹാനയുടെ ബോസ് ആയ ആ
ഗ്രിം റീപ്പർ മറ്റാരുമല്ല കിമ്മിന്റെ അച്ഛനാണ്. ഇയാൾ മരിച്ച ശേഷം അയാളുടെ കടബാധ്യതകളെല്ലാം കിമ്മിന്റെ തലയിലായി. അവൻ അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നുണ്ടായിരുന്നു. രാത്രി സമയങ്ങളിൽ കൂടുതലും ആംബുലൻസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന അവൻ പകലൊക്കെ പല ജോലികൾ ചെയ്യാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി അച്ഛന്റെ കടം വീട്ടാൻ പരിശ്രമിക്കുന്ന അവൻ ഒരിക്കൽ വണ്ടി ഓടിക്കുന്നതിന്റെ ഇടയിൽ ഉറക്കം തൂങ്ങി. അന്ന് അവിടെ ആക്സിഡന്റ് സംഭവിച്ച് അവൻ മാത്രമായിരുന്നു മരിക്കേണ്ടത്. പക്ഷെ തന്റെ മകനെ കൊല്ലാൻ താല്പര്യമില്ലാത്ത അവന്റെ അച്ഛൻ വിധിയൊന്ന് മാറ്റിപ്പിടിച്ചു. അയാൾ ആ വണ്ടിയുടെ സ്റ്റിയറിംഗ് മാറ്റുമ്പോൾ അവിടെ കിമ്മിന്റെ ജീവൻ നിലനിൽക്കുകയും ഹാനയുടെ ജീവൻ നഷ്ടപ്പെടുകയുമാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ആ ഗ്രിം റീപ്പറിന്റെ ഇടപെടൽ കാരണമാണ് ഹാനയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത്. അതറിയാവുന്നത് കൊണ്ടാണ് അയാൾ ഹാനയ്ക്ക് അവളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായി ഒരു അവസരം പോലെ കൊടുത്തത് എന്നും പറഞ്ഞ് അയാൾ ചെയ്ത ചതിക്കുള്ള പ്രായശ്ചിത്തമാകില്ലല്ലോ അത്. ഇത് അറിഞ്ഞിട്ട് പോലും ഹാന അയാളോടൊന്ന് കയർക്കാനോ എന്തിന് തന്നോട് ഇത് ചെയ്തു എന്ന് ചോദിക്കാനോ നിന്നില്ല. അവളിപ്പോൾ വൂജുവിന് വേണ്ടിയാണ് ആ ഒരു കാര്യം പറഞ്ഞ് റിക്വസ്റ്റ് നടത്തുന്നത് തന്നെ. ഗ്രിം റീപ്പറിന്റെ മകൻ മരിക്കേണ്ട സ്ഥാനത്തേക്ക് തന്റെ ജീവൻ എടുത്തു. ഇപ്പോ തനിക്ക് കുറച്ചു നാളും കൂടി ആയുസ് തരണമെന്നെങ്കിൽ കൂടെ വൂജുവിനെയും തന്റെ കൂടെ ജീവിക്കാൻ അനുവദിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ഇപ്പൊ വൂജു ആണെങ്കിൽ അവന്റെ ആത്മാവിന് പകരം എന്റെ ആത്മാവിനെ മുന്നേ മാറ്റിയതുപോലെ മാറ്റിയെടുത്തോളാനായി അവൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഈ ഗ്രിം റീപ്പർ ആ കാര്യം അവരുടെ ബോസിന്റെ അടുത്ത് ചെന്ന് പറയാണ്. സത്യത്തിൽ അന്ന് ഞാൻ എന്റെ മകനെ രക്ഷിക്കാനായ അവളോട് അന്ന് അങ്ങനെ ചെയ്തത്. അതിന്റെ കുറ്റബോധം കാരണമാണ് ഞാൻ അവളെ വീണ്ടും ഇപ്പോൾ ഭൂമിയിലേക്ക് വിട്ടത്. അവൾക്ക് എന്നോട് നല്ല ദേഷ്യമായിരിക്കും അല്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ദേഷ്യമൊന്നുമില്ല, അവൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങയുടെ മകനോടുള്ള സ്നേഹം. പക്ഷെ അവൾ ആവശ്യപ്പെടുന്നത് ഈ രണ്ട് കാര്യങ്ങളാണെന്ന് ഗ്രിം റീപ്പർ പറയുമ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ ഗ്രിം റീപ്പറും ഹാനയുടെ മനസ്സ് മനസ്സിലാക്കി ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവളാണല്ലോ ഇയാളുടെ മകളെയും കൊല്ലാതെ വന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ബോസ് സമ്മതിക്കുന്നു. അങ്ങനെ വൂജുവിനെ കൊല്ലാനുള്ള പ്ലാനിങ് ഇപ്പോൾ ഇല്ലാതാക്കുന്നു. തുടർന്ന് വൂജു വീണ്ടും ആരോഗ്യത്തോടെ പഴയ ജീവിതത്തിലേക്ക് എത്തുന്നു. അങ്ങനെ അവനും ഹാനയും ഹാപ്പിയായി ജീവിക്കുകയാണ്. പിന്നീട് ഒരു ദിവസം നമ്മൾ കാണുമ്പോൾ രണ്ടുപേരും കല്യാണ വേഷത്തിൽ നിൽക്കുന്നു. അപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. ഇടയ്ക്ക് ഒരു എപ്പിസോഡിൽ ഇവർ ഗെയിം കളിച്ച് നേടിയ ആ ഒരു പാവയെ പോലെ തന്നെ മറ്റൊരു പാവ വൂജുവിന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. ആ രണ്ട് പാവകളിലും ഒരേപോലെ സൗണ്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നതും അവൻ ശ്രദ്ധിച്ചിരുന്നു. അവന് സംശയം തോന്നിയതുപോലെ രണ്ടും ഹാനയുടെ സൗണ്ട് തന്നെയായിരുന്നു. ഇവൻ വലിയൊരു പോപ്പ് സ്റ്റാർ ആകുന്നതിന് മുന്നേ, അതായത് ഒരു ട്രെയിനിയായി അവന്റെ ഡെബ്യൂ ഒക്കെ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഇവന്റെ ആദ്യത്തെ ഒരു ഫാൻ അവനൊരു ഗിഫ്റ്റ് അയച്ചിരുന്നു. അതാണ് ആ ടെഡി, കൂടെ ഒരു കത്തും. ആ കത്തിന്റെ അവസാനം എന്നെ കല്യാണം കഴിക്കുമെന്ന പെൺകുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കേട്ട് അന്ന് അവൻ വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ആ ഒരു ടൈം ഇവര് ഫോണിലൂടെ സംസാരിക്കാറുണ്ടായിരുന്നു. പരസ്പരം കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ തന്റെ ഈ ഫസ്റ്റ് ഫാൻ ഗേളിനെ കാണാനായി വൂജു അവളെ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് വിളിക്കുന്നു. അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഹാനയാണ്. അവളായിരുന്നു ആ ആദ്യത്തെ ഫാൻ ഗേൾ. അങ്ങോട്ടേക്ക് പോകാനായി വീട് വിട്ട് ഇറങ്ങുന്ന സമയത്താണ് മുന്നേ കിം ഓടിച്ച വണ്ടി വന്നിടിച്ച് അവൾക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അന്ന് ആക്സിഡന്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇവർ രണ്ടുപേരും അന്നേ ലവേഴ്സ് ആയിരുന്നേനെ. പക്ഷെ ആക്സിഡന്റ് കാരണം ഇവൾ മരിക്കുകയും പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ഇതുപോലെ പുനർജനിച്ച് വന്ന് ഇപ്പൊ അവനുമായി പ്രണയത്തിലുമായിരിക്കുന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവൾ ഓർക്കുന്നു. ഇതൊന്നും വൂജുവിന് അറിയില്ല, പക്ഷെ ഇവളാണ് തന്റെ ഫസ്റ്റ് ഫാൻ ഗേൾ എന്ന കാര്യം മാത്രം അവനറിയാം. അങ്ങനെ അവരവിടെ വളരെ ഹാപ്പിയായി പഴയ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് വൂജു ഹാനയെ വിവാഹം കഴിക്കുന്നു. ഇവരങ്ങനെ ഹാപ്പിയായി ജീവിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ നമ്മുടെ കിമ്മും റിയയും വളരെ ക്ലോസ് ആവുന്നുണ്ട്. അവർ വീണ്ടും പ്രപ്പോസ് ചെയ്യുന്നതോ പ്രപ്പോസൽ ഏറ്റെടുക്കുന്നതോ കാണിക്കുന്നില്ല. പക്ഷെ ഇപ്പോ ഹാനയോട് തെറ്റ് ചെയ്തു എന്ന റിഗ്രറ്റ് ഇല്ലാതെയാണ് കിം ഉള്ളത്. കാരണം ഹാന അവനോട് ക്ഷമിച്ചല്ലോ. അതേപോലെ തന്നെ റിയോടും അവൻ വളരെ ഹാപ്പിയായാണ് സംസാരിക്കുന്നത്. അവളും തിരിച്ചു വളരെ ഹാപ്പിയായാണ് അവന്റെ അടുത്തുള്ളത്. അങ്ങനെ ഇവർക്കിടയിലേക്ക് ഒരാളും കൂടി വരുന്നു. ഹാന പ്രഗ്നന്റ് ആവുന്നു. ഒരു മകനാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ 7 വർഷങ്ങൾ കടന്നു പോകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് ആ ഗ്രിം റീപ്പറിന്റെ മകൾക്ക് വീണ്ടും വയ്യാഴിക വന്നവള് ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലിടുന്നത്. അന്ന് തന്റെ കാര്യം ശരിയാക്കിയാൽ ആ കുട്ടിക്ക് ഇനിയും മരിക്കേണ്ട അവസരം വരുമ്പോ അവൾക്ക് പകരം തന്റെ ആത്മാവിനെ കൊടുക്കാമെന്ന് ഹാന അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ വാക്ക് പാലിക്കേണ്ട സമയമാകുന്നു. കൂടാതെ ഇവളുടെ 7ാമത്തെ ആഗ്രഹം കുറെ നാള് ഹാപ്പി ആയിട്ട് ജീവിച്ച് ഒരു റിഗ്രറ്റും ഇല്ലാതെ മരിക്കണമെന്നതാണ്. ഇപ്പൊ അവൾ ആഗ്രഹിച്ചതിലും കൂടുതൽ നാള് വൂജുവിന്റെ കൂടെ അവന്റെ കുഞ്ഞിന്റെ അമ്മയായി ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ വലിയ കാര്യമെന്ന് കരുതുന്ന അവൾ ഇനിയിപ്പോ വാക്ക് പാലിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് ഇവിടെ നിന്ന് പോകാനായി തയ്യാറെടുക്കുന്നു. അപ്പോഴേക്കും ഇവളെ പറ്റിയുള്ള കാര്യങ്ങൾ വൂജുവിനും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവൻ ഇവളെ പിരിയാനായി സങ്കടമുണ്ടെങ്കിലും പിരിയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അവൾക്ക് പോയേ പറ്റൂ. അങ്ങനെ അവൻ ഏറെ സങ്കടത്തോടെ തന്നെ അവളെ ആഫ്റ്റർ ലൈഫിലേക്ക് ഒരു ഉമ്മ കൊടുത്ത് യാത്രയാക്കുന്നു. അവളും പോകുന്നു. ഇപ്പോൾ അവളുടെ ഓർമ്മകളിലാണ് വൂജുവും അവർക്കുണ്ടായ മകനും ജീവിക്കുന്നത്. ഒരുപാട് കോംപ്ലിക്കേഷൻസിൽ പെട്ടിരുന്ന സമയത്താണ് വൂജുവിന്റെ ജീവിതത്തിലേക്ക് ഹാന വന്നത്. അവള് വന്ന് അതെല്ലാം കൂടെ നിന്ന് പരിഹരിച്ച് അവന്റെ ജീവിതം വളരെ മനോഹരമാക്കിയിട്ട് പക്ഷെ ഇങ്ങനെ ഒരു യാത്ര പറച്ചിലൂടെ വീണ്ടും അകന്നുപോയി. നമ്മൾ എത്രത്തോളം വേണ്ടാന്ന് വെച്ചാലും ചില കാര്യങ്ങൾ സംഭവിച്ചല്ലേ പറ്റൂ. അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുപോലെ ഒന്നായിരുന്നു
ഇവരുടെ വിട പറച്ചിൽ. അങ്ങനെ തന്റെ ഫേവറേറ്റ് ഐഡലിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനായി പുനർജനിച്ചെത്തിയ ആ ഒരു ഗ്രിം റീപ്പർ അവളുടെ ജീവിതത്തിൽ അവൾ പോലും അറിയാതെ നടന്ന പല സത്യങ്ങളും തിരിച്ചറിഞ്ഞ് അവൾ ആഗ്രഹിച്ചതുപോലെ കുറച്ചുനാൾ അവളുടെ ഐഡലിന്റെ ഭാര്യയായി അവന്റെ കുഞ്ഞിന്റെ അമ്മയായി ഹാപ്പിയായി ജീവിച്ച് വീണ്ടും തിരിച്ചു പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നത്. എൻഡിങ് വളരെ ഇമോഷണൽ ആയിരുന്നു. എനിക്ക് സത്യത്തിൽ സങ്കടം വന്നു. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ള ഒരു കാര്യം നമ്മുടെ പ്രിയപ്പെട്ടവരോട് വിട പറയുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്ന ആ ഒരു വേദന അതെങ്ങനെ താങ്ങുമെന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻഡിങ് എനിക്ക് വളരെ വളരെ ഇമോഷണൽ ആയിരുന്നു. ഡ്രാമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഇടാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണാം. ബൈ.